ഹായ് എവ്രി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് സൊസൈറ്റിയിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആണ്, ആൻഷ്യന്റ് ഗ്രീസ്. ആദ്യമായി ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. പുരാതന ഗ്രീസ് എന്ന് പറയുന്നത് ഒരു വടക്ക് കിഴക്കൻ മെഡിറ്ററേനിയൻ നാഗരികതയാണ്. അതുപോലെ ഇവിടുത്തെ ഗ്രീസുകാർ എന്ന് പറയുന്നത് മിശ്രിതമായിട്ടുള്ള ഒരു വംശങ്ങളുടെ കൂട്ടമായിരുന്നു. പിന്നെ ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് തീരങ്ങള്, താഴ്ന്ന പ്രദേശങ്ങള്, അതുപോലെ പർവ്വതങ്ങൾ എന്നിവയാണ് പുരാതന ഗ്രീസിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഡിവിഷനുകൾ എന്ന് പറയാൻ. ഇതിന്റെ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഉപദ്വീപായിരുന്നു എന്ത് ഗ്രീസ് എന്ന് പറയുന്നത്. ഭൗതിക ഭൂമിശാസ്ത്രപരമായിട്ട് വളരെയധികം സ്വാധീനമുണ്ട് ഗ്രീസിന്. കിഴക്ക് ഈജിയൻ കടൽ, പടിഞ്ഞാറ് ലോനിയൻ കടൽ, തെക്ക് മെഡിറ്ററേനിയൻ കടൽ എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ് ഗ്രീസ് എന്ന് പറയുന്നത്. നിരവധി ചെറിയ ഉപദ്വീപുകൾ ഗ്രീസിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി തുറമുഖങ്ങളും ഗ്രീസിനെ ഒരു ഉപദ്വീപായിട്ട് മാറ്റിക്കൊണ്ട് നിരവധി തുറമുഖങ്ങളും ഗ്രീസിലുണ്ട്. പുരാതന ഗ്രീസ് എന്ന് പറയുന്നത് പ്രാഥമികമായി മെഡിറ്ററേനിയൻ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു പർവ്വത ഉപദ്വീപായിരുന്നു. ഈജിയൻ, അയോണിയൻ കടലുകളിൽ ഏകദേശം 2000 ദ്വീപുകളോളം ഉൾക്കൊള്ളുന്നുണ്ട്. ഈജിയന്റെ കിഴക്കേ അറ്റത്തുള്ള ഭൂപ്രദേശങ്ങളും അതുപോലെ പുരാതന ഗ്രീസിന്റെ ഒരു ഭാഗമായിരുന്നു. പ്രദേശത്തിന്റെ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രീക്ക് പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും നേരിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. കടലിലേക്കുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്നത് പുരാതന ഗ്രീസിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് അടിത്തറയിട്ട ഒന്ന് തന്നെയായിരുന്നു. നഗരങ്ങളിൽ നിന്നും മറ്റു നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈജിയൻ കടലിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ഉപജീവനത്തിനായിട്ട് മത്സ്യത്തിന്റെയും ഒരു ഉറവിടമായിട്ട് അവർക്ക് ഈ കടലിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് നാഗരികത രൂപപ്പെട്ടത് സമുദ്രത്തിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം തീരപ്രദേശം എന്ന് പറയുന്നത് 85 മൈലിലധികം നീണ്ടു കിടക്കുന്നുണ്ട് ഗ്രീക്കില്. ഈജിയൻ കടൽ, അയോണിയൻ കടൽ, കരിങ്കടൽ പോലെയുള്ള അയൽ കടലുകളാണ് പുരാതന ഗ്രീസിന്റെ പ്രധാന വ്യാപാര മാർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീസിലെ പർവ്വതങ്ങളുടെ പങ്കും വളരെയധികം വലുതാണ്. ഗ്രീസിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. അതുപോലെ കൃഷി പ്രധാനമായും പർവ്വത താഴ്വരകളിലായിരുന്നു അവർക്ക് സാധ്യമായിട്ടുണ്ടായിരുന്നത്. സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ഭാഗം തന്നെ അവർക്ക് കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രീക്കിൽ പ്രധാന ഭൂപ്രദേശത്തിന്റെ 80% അവർക്ക് പർവ്വത നിരകളാണ്. ഇത് കരയിലൂടെയുള്ള ദീർഘദൂര യാത്രക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അവർക്ക്. ഗ്രീസിലെ പ്രധാന ഭൂപ്രദേശത്തിന്റെ 4 ഭാഗവും ഉൾക്കൊള്ളുന്ന പർവ്വതങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ദുർഘടമായിട്ടുള്ള പർവ്വത പ്രദേശങ്ങള് അത്തരത്തിലുള്ള കരമാർഗങ്ങളെ ദുഷ്കരമാക്കും വിധമായിരുന്നു പല പർവ്വത പ്രദേശങ്ങളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത്. കാരണം ഗ്രീസിൽ 80% എന്തായിരുന്നു പർവ്വത പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും കൂടുതൽ വ്യാപാര മാർഗം എന്ന് പറയുന്നത് കടലിലൂടെയായിരുന്നു. കൂടാതെ പ്രധാന നഗര സംസ്ഥാനങ്ങൾക്കിടയിൽ പർവ്വതങ്ങൾ ഒരു സ്വാഭാവിക തടസ്സങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒളിമ്പിക്സ് പർവ്വതമാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഗ്രീസിലുള്ളത്. അതിന്റെ കൊടുമുടിയിൽ വസിക്കുന്ന അവരുടെ ദൈവന്മാരുടെ വാസസ്ഥലമായിട്ടാണ് അത് ആളുകൾ വിശ്വസിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. പൊതുവെ പുരാതന ഗ്രീസിലെ കാലാവസ്ഥ ചൂടുള്ള വേനൽക്കാലവും മിതമായ ശൈത്യകാലവുമായിരുന്നു. ഗ്രീസിൽ ശരാശരി 20 മുതൽ 50 ഇഞ്ച് വരെ മഴ ലഭിച്ചു. ചില വലിയ ഉൾനാടൻ താഴ്വരകളിൽ ഒഴികെ എല്ലായിടത്തും 20 ഇഞ്ച് മുതൽ 50 ഇഞ്ച് വരെ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. പുരാതന ഗ്രീസിൽ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് ചെറിയ ചെറിയ നഗര സംസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രീസിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകള്, അതുപോലെ പർവ്വതങ്ങള് സ്വതന്ത്ര നഗര സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒന്നായിരുന്നു. ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങള് യാത്രക്കും ആശയവിനിമയത്തിനും വളരെയധികം വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നഗര സംസ്ഥാനങ്ങള് 9 പ്രധാന ഭൂമിശാസ്ത്ര മേഖലകളായിട്ട് വിതരണം ചെയ്യപ്പെട്ടു. ഈജിയൻ ദ്വീപുകൾ, ക്രീറ്റ്, പെലോപ്പൊന്നീസ്, സെൻട്രൽ ഗ്രീസ്, അയോണിയൻ ദ്വീപുകൾ, എപ്പിറസ്, തെസാലി, മാസിഡോണിയ, ത്രീസ് എന്നിവയായിരുന്നു 9 ഭൂമിശാസ്ത്ര മേഖലകൾ. പുരാതന ഗ്രീസിലെ പ്രമുഖമായിട്ടുള്ള ഒരു നഗര സംസ്ഥാനമായിരുന്നു ഏതൻസും അതുപോലെ സ്പാർട്ടയും. ഗ്രീസിലെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പ്രദേശങ്ങളാണ് മാസിഡോണിയയും ത്രീസും. അലക്സാണ്ടറിലെ ജന്മദേശമായിരുന്നു മാസിഡോണിയ എന്ന് പറയുന്നത്. വിശാലമായ സമതലങ്ങളോടൊപ്പം തന്നെ വലിയ പർവ്വത പ്രദേശങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഗ്രീക്കുകാര് ത്രീസ് പ്രദേശത്തെ സമ്പന്നമായിട്ടുള്ള സ്വർണത്തിന്റെയും അതുപോലെ വെള്ളിയുടെയും കരുതൽ ശേഖരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്
കണ്ടിട്ടുണ്ടായിരുന്നത്. ഈജിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന ഭൂമിശാസ്ത്ര മേഖലയായിരുന്നു തെസാലിയ എന്ന് പറയുന്നത്. തെസാലി എന്നും പറയപ്പെടുന്നുണ്ട്. ഫലഭൂഷ്ടമായ എക്കൽ മണ്ണുകൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഗോതമ്പിന്റെയും അതുപോലെ കന്നുകാലി വളർച്ചയുടെയും കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള പ്രദേശമായിരുന്നു ഇത്. ഗ്രീസിലെ ഈജിയൻ കടൽ പ്രദേശത്തെ സൈക്ലേഡ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ദ്വീപുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. മഹത്തായിട്ടുള്ള വെങ്കലയുഗത്തിലെ മിനോവൻ നാഗരികതയുടെ ആസ്ഥാനമായ ക്രീറ്റ്, പെലപ്പനോയിസും അതുപോലെ സെക്ലേഡർക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീക്ക് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ഗ്രേക്കോയ് അതുപോലെ ഗ്രേസി എന്നുള്ള വാക്കിൽ നിന്നാണ്. റോമക്കാർ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളെ വിളിച്ചതുപോലെ തന്നെയായിരുന്നു ഇതുണ്ടായിരുന്നത്. അച്ചൈൻസ് അതുപോലെ ആർഗീവ്സ്, പാൻഹെലിയൻസ്, ഹെലൻസ് തുടങ്ങിയ വിവിധ പേരുകളിൽ സ്വയം തിരിച്ചറിയപ്പെടാൻ ഗ്രീക്കുകൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഗ്രീക്കുകാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് നാഗരികതയെ ആളുകൾ സ്വയം തിരിച്ചറിയുന്ന ഒരു കൂട്ടായ നാമമായി വർത്തിക്കുന്ന ഹെലൻസ് എന്നുള്ള ഒരു ജനപ്രിയമായിട്ടുള്ള ആ ഒരു പേരിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരുടെ പ്രദേശം ഹെലസ് എന്ന് വിളിക്കപ്പെടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് പ്രദേശത്തിന്റെ ഔദ്യോഗിക നാമം ഇപ്പോഴും ഹെലസ് എന്നതിനാൽ ഈ ഒരു പേരും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏർലി ഗ്രീക്ക് സിവിലൈസേഷൻ, ആദ്യകാലത്തുള്ള ഗ്രീക്ക് നാഗരികതയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മിനോവൻ നാഗരികത, മെസീനിയൻ നാഗരികത, അതുപോലെ ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് പറയും. മിനോവൻ സിവിലൈസേഷനിൽ വരുന്നത് ഈ മേഖലയിലെ ആദ്യത്തെ വെങ്കലയുഗ നാഗരികതയായി കണക്കാക്കുന്നത് മിനോവൻ സിവിലൈസേഷൻ ആണ്. BCE 3-ാം സഹസ്രാബ്ദത്തോടു കൂടി അതിന്റെ അവസാനത്തിലാണ് ഈ ഒരു മിനോവൻ സിവിലൈസേഷൻ ഉയർന്നു വന്നിട്ടുള്ളത്. ഏകദേശം 1400 BCE വരെ ഈ ഒരു സാമ്രാജ്യം നിലനിന്ന് പോന്നിട്ടുണ്ട്. BC 3000-നടുത്ത് ഏഷ്യ മൈനർ, സിറിയ, പലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്ന് ഈജിയൻ ദ്വീപുകളിലേക്കും അതുപോലെ ഗ്രീസിന്റെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കും പടിഞ്ഞാറോട്ടും ഇവർ കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നു. ഈ കുടിയേറ്റം ഗ്രീസിലുടനീളം വ്യാപിച്ച ഒരു വെങ്കലുക നാഗരികതയ്ക്ക് തുടക്കം കുറിച്ചു. മിനോവൻ നാഗരികത യൂറോപ്പിലെ ഒരു മികച്ച സമൂഹത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. അതുപോലെ ആകർഷകമായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങൾ, കല, എഴുത്തു സംവിധാനം എന്നിവയും ഇതിന്റെ ഒരു സവിശേഷതയാണ്. മിനോവൻ നാഗരികതയുടെ വിഭജനം എന്ന് പറയുന്നത് ഈ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഘടന എന്ന് പറയുന്നത് കൊട്ടാരങ്ങളായിരുന്നു. നോസാസിൽ കണ്ടെത്തിയ മൺപാത്ര ശൈലിയുടെ ക്രമത്തിനെ അടിസ്ഥാനമാക്കി ഇവാൻസ് മിനോവൻ നാഗരികതയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യകാല മിനോവൻ, മിഡിൽ മിനോവൻ, അതുപോലെ ലേറ്റ് മിനോവൻ എന്നുള്ളത്. മിനോവൻ ഗ്രീക്ക് ഭാഷ സംസാരിച്ചിട്ടില്ലെങ്കിൽ കൂടെ അവരുടെ സ്വാധീനം ആദ്യത്തെ യഥാർത്ഥ ഗ്രീക്കുകാരുടെ വികാസത്തെ ശക്തമായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 3 കാലങ്ങളായിട്ടാണ് മിനോവൻ നാഗരികതയെ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ക്രീറ്റിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവിടുത്തെ കൊട്ടാരങ്ങൾ എന്ന് പറയുന്നത്. മിനോവൻ നാഗരികതയുടെ ആദ്യ വാസസ്ഥലങ്ങളുടെ സ്ഥലമായിരുന്നു ക്രീറ്റ് ദ്വീപ് എന്ന് പറയുന്നത്. സമുദ്ര വ്യാപാരത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും തനതായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതിനുള്ള നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ക്രീറ്റ് ഈജിപ്ഷ്യൻ സ്വാധീനത്തിന് കീഴിലായിരുന്നു. അതുപോലെ പ്രത്യേകിച്ച് BCE 2100-ന് ശേഷം മിനോവൻ വളരെ വിദഗ്ധമായതും അതുപോലെ വ്യക്തിഗതമായിട്ടുള്ള ഒരു സംസ്കാരം തന്നെ സൃഷ്ടിച്ചു. ക്രീറ്റിന്റെ നാഗരികത സാങ്കേതികവും അതുപോലെ കലാപരവുമായിട്ടുള്ള മികവിനെ അങ്ങേയറ്റം അതിന്റെ എല്ലാ തലങ്ങളിലും ശ്രദ്ധ കൈവരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നാഗരികതയായിരുന്നു ക്രീറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടും അവര് കൊട്ടാര സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാന കൊട്ടാര സമുച്ചയങ്ങളിൽ ഒന്നാണ് നെസോസ്, അതുപോലെ ഫൈസ്റ്റോസ്, മെല്ലിയ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൊട്ടാര കേന്ദ്രത്തിന് ചുറ്റും അവരുടെ ആ ഒരു മുറ്റത്തിന് ചുറ്റും ക്രമീകരിച്ച പരസ്പരമായിട്ടുള്ള ബന്ധിത റെസിഡൻഷ്യൽ റൂമുകളും അതുപോലെ സ്റ്റോറേജ് റൂമുകളും ഉണ്ടായിരുന്നു. ഈ കൊട്ടാരങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് നെസോസ് തന്നെയായിരുന്നു. തുടർന്നുള്ള 3 ഏക്കറിലധികം വിസ്തൃതമായിട്ടുള്ള ഫെസ്റ്റോസ് ആയിരുന്നു രണ്ടാമത്തെ കൊട്ടാരം എന്ന് പറയുന്നത്. കൂടാതെ പ്രധാന കൊട്ടാരത്ത് പുറത്ത് മറ്റു കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. ക്രെറ്റോമാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നൃത്തം, അതുപോലെ കളികൾ, കായിക വിനോദങ്ങൾ എന്നിവയിൽ മിനോവമാർക്കും ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. മിനോവമാരുടെ ലിപിയും അതുപോലെ ഭാഷയും. ക്രീറ്റിൽ ഉപയോഗിച്ചിരുന്ന എഴുത്ത് സമ്പ്രദായം പിക്ടോഗ്രാഫിക് ചിഹ്നങ്ങളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അതിന്റെ രൂപത്തിലായിരുന്നു. പിന്നീട് ലീനിയർ എ എന്നറിയപ്പെടുന്ന ഒരു സിലബിക് ലിപിയായിട്ട് അത് വികസിക്കുകയാണ് ചെയ്തത്. ലീനിയർ എ എന്ന് പറയുന്നതും എയും അതുപോലെ ബിയും ഉണ്ട്. കൊട്ടാര ഇടപാടുകളും അത് മറ്റു രേഖപ്പെടുത്തുന്നതിനും അതുപോലെ ഭക്ഷണം, വസ്ത്രങ്ങള്, ആയുധങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവയുടെ ഇൻവെന്ററി സൂക്ഷിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു ലിപി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കളിമൺ ഫലകങ്ങളിലും അതുപോലെ തൊലികളിലും പുറംതൊലിയിലുമായിരുന്നു ഇത്തരത്തിലുള്ള ലിപികൾ അവർ ആലേഖനം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്.
ദെൻ ലെക്നോസിലെ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് സ്വത്തുകൾ രേഖപ്പെടുത്തുന്നതിന്, അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നു. അതുപോലെ മിനോവക്കാർ സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരു അജ്ഞാതമായിട്ടുള്ള ഭാഷയാണ്, പക്ഷേ ഹെലനിക് അല്ലാത്തതും അതുപോലെ ഇൻഡോ യൂറോപ്യൻ ഇതര ഭാഷയാണെന്നും ഇത് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ക്രീറ്റിലെ മിനോവൻ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കല്ലുകൊണ്ട് നിർമ്മിച്ച താഴത്തെ കോഴ്സും അതുപോലെ തന്നെ മുകളിലെ ഭാഗവും പ്രധാനമായിട്ടും മണ്ണിഷ്ടികയും ഭൂകമ്പങ്ങളെ ചെറുക്കാൻ പാകത്തിനുള്ളതായിരുന്നു അവരുടെ സൃഷ്ടി എന്ന് പറയുന്നത്. ജലവിതരണവും അതുപോലെ ഡ്രെയിനേജ് സംവിധാനവും വളരെ നന്നായിട്ട് തന്നെ അവരെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മിനോവക്കാരെ ഒലിവ് ഓയില്, അതുപോലെ വൈൻ, ധാന്യം എന്നിവ വലിയ വലിയ പാത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ പോലെ നശിക്കുന്ന വസ്തുക്കളെ ഈയമൂഷിയ കല്ലുവെട്ടികളിലായിരുന്നു അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പല മുറികളും അതുപോലെ പാതകളും ക്രെറ്റൻ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ ചിത്രീകരിക്കുന്ന ഒന്നായിരുന്നു. അവരുടെ കൊട്ടാരങ്ങൾ ഗംഭീരവും അതുപോലെ സങ്കീർണവുമായിരുന്നു. ഉറപ്പുള്ള മതിലുകളും അതുപോലെ ഒഴുകുന്ന വെള്ളവും കൂടാതെ ഫ്ലഷ് ടോയ്ലറ്റുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. പുരുഷന്മാരെ താടിയില്ലാത്തവരായിട്ടായിരുന്നു അവർ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ട് പീസുകളും കിൽറ്റുകളും അവർ ധരിക്കുന്നു. സ്ത്രീകൾ വിപുലമായിട്ടുള്ള ഹെയർ സ്റ്റൈലുകളും ഫൗൺ സ്ലീവുകളും നുള്ളിയ അരക്കെട്ടുകളും ഉള്ള വസ്ത്രങ്ങളും അവർ ധരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആഭരണങ്ങളും അതുപോലെ മേക്കപ്പുകളും വളരെയധികം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആനക്കൊമ്പ്, ഫൈൻസ്, സ്വർണം, വെള്ളി, വിലയേറിയതും അമൂല്യവുമായിട്ടുള്ള രത്നക്കല്ലുകള് എന്നിവ ഉപയോഗിച്ച് അവരെന്താ സൂക്ഷ്മമായിട്ടുള്ള കൊത്തുപണികളും അതുപോലെ പല അലങ്കാര വസ്തുക്കളും അവർ ഉണ്ടാക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തിയിട്ടുള്ള കലാകാരന്മാരായിരുന്നു മിനോവക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ അവരുടെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് വാസ് പെയിന്റിങ്ങിനുള്ളിൽ വളരെയധികം വ്യാപിച്ചു. ദെൻ പ്രത്യേകിച്ചും സമുദ്ര തീമുകളായിരുന്നു അവർ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. മിനോവുകൾ വിപുലമായിട്ടുള്ള വ്യാപാരത്തിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ കലയിൽ അവരുടെ സാന്നിധ്യം വളരെയധികം ശ്രദ്ധേയമാണ്. ദെൻ ആട് വളർത്തലും അതുപോലെ കമ്പിളി ഉൽപാദനവും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു. പിന്നെ പുനർവിതരണവും വ്യാപാരത്തിനുമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അവർ നഗരപ്രദേശങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു. അതുപോലെ സാധനങ്ങളും മറ്റു നഗരപ്രദേശങ്ങളിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ദെൻ ഈജിപ്റ്റ്, അനറ്റോലിയ, ലെബനീസ് തീരം, സൈപ്രസ്, ഈജിയൻ എന്നിവയുമായിട്ട് കടൽ വഴികളിലൂടെയും മിനോവക്കാർ ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് മിനോവയിലുള്ള മതമാണ്. മിനോവൻ മതത്തിൽ കാളകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. മരങ്ങളും അതുപോലെ തൂണുകളും എല്ലാം അവർക്ക് ആരാധന വസ്തുക്കളായിരുന്നു. പർവ്വതങ്ങളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സങ്കേതങ്ങൾ പഴയ നിയമ പ്രവാചകന്മാർ വിമർശിച്ച ഉയർന്ന സ്ഥലങ്ങളുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ മിനോവൻ സമൂഹത്തിലെ രാജാവ് ഭരണാധികാരിയുടെയും മതപരമായിട്ടുള്ള വ്യക്തികളുടെയും വേഷങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഓരോ ചാപ്റ്ററിൽ നമ്മൾ പരിശീലിക്കുമ്പോൾ കാണാം, രാജാക്കന്മാർ പൊതുവെ ദൈവങ്ങളുടെ ഒരു പ്രതിനിധികളായിട്ടായിരുന്നു ഓരോ സമൂഹത്തിലും ഉണ്ടായിരുന്നത്. മിനോ എന്നറിയപ്പെടുന്ന രാജാവിന്റെ പ്രാഥമിക പ്രവർത്തനം ക്രെറ്റൻ സംസ്ഥാനത്തിനുള്ളിലെ ഒരു പ്രധാന സംരംഭകനായിരുന്നു. നൈസോസിലെ രാജാവ് എല്ലാ ക്രെറ്റൻ നഗരങ്ങളെയും അതുപോലെ എല്ലാ പരമാധികാരവും അവർ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ പലതിലും വലിയ കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു. രാജാവ് ഒരു വ്യാപാര കുത്തക കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്യാൻ ഒരു ബ്യൂറോക്രസിയെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ BC 1600-നും 1400-നും ഇടയിൽ മിനോവൻ സംസ്കാരം അതിന്റെ ഏറ്റവും കൂടുതൽ ഉച്ചാസ്തിയിൽ എത്തിയിട്ടുള്ള ഒരു സമയമായിരുന്നു. എന്നാൽ ഏകദേശം 1450, 1350-നും ഇടയിലായിട്ട് ആ ഒരു നാഗരികതയുടെ എല്ലാ തരത്തിലുള്ള ഊർജ്ജസ്വലതയും നശിച്ചുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അന്ത്യത്തിൽ എത്തുകയാണ് ചെയ്തത്. അതുപോലെ അയൽദ്വീപിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ വിനാശകരമായിട്ടുള്ള ഫലങ്ങൾ മൂലമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ 5-ാം നൂറ്റാണ്ടിലെ സമൃദ്ധിക്ക് ശേഷം 1400 BCE ഒരു ഭൂകമ്പത്തിൽ കൊട്ടാര കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും കൊട്ടാരങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള തകർച്ച കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഇപ്പോഴും ഒരു നിഗൂഢതയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ദെൻ അടുത്തത് ദ മൈസീനിയൻ സിവിലൈസേഷൻ. മൈസീനിയൻ സൈറ്റുകളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. മൈസീനിയൻ നാഗരികത ക്രീറ്റിലെ മിനോവൻ നാഗരികതയുടെ ഒരു പിൻഗാമിയായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രീസിലെ പ്രധാനപ്പെട്ട ഭൂപ്രദേശത്ത് നിന്നാണ് ഈ ഒരു സിവിലൈസേഷനും ഉത്ഭവിച്ചു വന്നിട്ടുള്ളത്. ഗ്രീക്ക് ചരിത്രത്തിലെ തന്നെ ക്ലാസിക്കൽ യുഗത്തേക്കാൾ വളരെ കാലം ഇത് നിലനിന്നു പോയിട്ടുണ്ടായിരുന്നു. പെലോപ്പൊന്നീസിന്റെ വടക്കു പടിഞ്ഞാറൻ കോണിൽ സ്ഥിതി ചെയ്യുന്ന മൈസീനിയയുടെ പ്രധാന വാസസ്ഥലം എന്ന് പറയുന്നത് ആ ഒരു വാസസ്ഥലമാണ് ഈ ഒരു നാഗരികതക്ക് ഈ ഒരു മൈസീനിയൻ എന്നുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത്. വടക്കു നിന്നും കുടിയേറി പാർത്ത ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഇൻഡോ യൂറോപ്യൻ ഭാഷയായിട്ടുള്ള ഗ്രീക്ക് സംസാരിക്കുന്ന ഗ്രീസിലെ ആദ്യത്തെ നിവാസികളാണ് മൈസീനിയക്കാർ എന്ന് പറയുന്നത്. ഈ പുതുമുഖങ്ങളെ പ്രദേശത്ത് സ്ഥിരതാമസമാക്കുകയും ക്രമേണ അവിടുത്തെ ജനങ്ങളുമായിട്ട് അവർ ലയിച്ചുകൊണ്ട് അവിടെ തന്നെ ആ ഒരു തദ്ദേശീയരായിട്ട് മാറുകയും ചെയ്തു.
1876 പ്രശസ്ത പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഹെൻറി ഷിമാൻ ആ ഒരു പ്രദേശത്ത് ഉത്ഖനനം നടത്തുകയും അവിടുത്തെ രാജകീയമായിട്ടുള്ള ശവക്കുഴികളും അതുപോലെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളും ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എന്ത് ഇത്തരത്തിലുള്ള ഒരു സിവിലൈസേഷൻ നിലനിന്ന് പോന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളും മറ്റും ലഭിക്കുന്നത്. തെക്കൻ ഗ്രീസിലെ കുത്തനെയുള്ള പാറക്കെട്ടിലാണ് മൈസീനിയ സ്ഥിതി ചെയ്യുന്നത്. 20 അടിയിലധികം കനത്തിൽ കട്ടിയുള്ള ഒരു പ്രതിരോധ ഭിത്തിയാൽ മൈസീനിയ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. BCE 1876 ഷിംലാൻ കുഴിച്ചെടുത്ത 5 ഷാഫ്റ്റ് ശവക്കുഴികളിലെയും 1551-52 ഗ്രീക്ക് പുരാവസ്തു ഗവേഷകൻ കണ്ടെത്തിയ 24 ശവക്കുഴികളിലെയും ഉള്ളടക്കത്തിൽ നിന്നാണ് ഈ ഒരു കാലഘട്ടത്തിനെ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊട്ടാരങ്ങളോ വാസസ്ഥലങ്ങളോ സംബന്ധിച്ചുള്ള തെളിവുകൾ എന്താണ് വളരെയധികം കുറവാണ്. BC 15-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തില് 2ാം ഘട്ടത്തില് മൈസീനിയക്കാർ തങ്ങളുടെ മരിച്ചവരെ വർഗീയമായിട്ട് സംസ്കരിക്കുന്ന ഒരു രീതി തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ശവകുടീരങ്ങളില് മൈസീനിയക്കാരില് വർദ്ധിച്ചു വരുന്ന ശക്തിയും സാങ്കേതിക കഴിവുകളും പ്രകടമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. തെലോസ് അതുപോലെ ഡോം കാലഘട്ടത്തിലെ അവസാനം മുതലുള്ള അഡ്രിയൻ ട്രഷറി അതുപോലെ മൈസീനിയൻ വാസ്തുവിദ്യ ശേഷിയുള്ള പരകോടികളെല്ലാം ഇതിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. മൈസീനിയ, ടിറിൻസ്, ഏതൻസ്, തിബ്സ്, പൈലോസ് എന്നിവയുടെ കൊട്ടാരങ്ങളും എന്താണ് സാധാരണയായി മെഗ്രോൺ എന്നറിയപ്പെടുന്ന ഒരു സെൻട്രൽ ഹാളിലാണ് ഉൾക്കൊള്ളുന്നത്. രാജാവ് എന്ന് പറയുന്ന ആൾ ഇപ്പൊ ഒരു കോടതി നടത്തുന്നുണ്ട്. റിപ്പോർട്ടുകൾ സ്വീകരിക്കുകയും അതുപോലെ വിരുന്നുകൾ നടത്തുക, പൊതു ബിസിനസ് നടത്തുക എന്നിവയുടെ കേന്ദ്ര സ്ഥലമായിട്ടാണ് മെഗ്രോൺ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. എണ്ണ, ധാന്യം, അതുപോലെ തുണിത്തരങ്ങള്, ലോഹങ്ങള്, യുദ്ധ സാമഗ്രികള് എന്നിവയ്ക്കുള്ള റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളും സ്റ്റോറേജ് ഹൗസുകളും വലിയ ഹാളിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. കൊട്ടാരങ്ങൾക്കുള്ളിൽ നിന്ന് വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. തട്ടാൻ, കൊത്തുപണിക്കാര്, അതുപോലെ മൺപാത്ര നിർമ്മാണക്കാര്, രഥം നിർമ്മിക്കുന്നവര്, ചക്ര കമ്പനിക്കാര്, തയ്യൽക്കാര്, തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലാളികള് എന്നിവയുടെ വർക്ക്ഷോപ്പുകളും ഒരു കൂട്ടം ഭരണാധികാരികളുടെ മേൽനോട്ടത്തിൽ ആ കൊട്ടാരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. മിനോമമാരെ പോലെ തന്നെ മൈസീനിയക്കാരും വ്യാപാരത്തെ ആശ്രയിച്ചായിരുന്നു നിലനിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. BCE 1500-നും അതുപോലെ 1400-നും ഇടയിൽ നൈസോസുമായുള്ള അവരുടെ ബന്ധത്തിനോടൊപ്പം അവരുടെ വ്യാപാരവും വളരെ അധികമായിട്ട് വർദ്ധിച്ചു. BCE 1400-നും അതുപോലെ 1200-നും ഇടയിൽ മൈസീനിയക്കാർ ഗ്രീക്ക് ലോകത്തെ അനിശ്ചിത നേതാക്കളായി മാറിയെങ്കിലും അവർ വ്യാപാരത്തിലൂടെ ചില സമയങ്ങളിൽ യുദ്ധത്തിലൂടെയും മിനോവൻ നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏകദേശം 1400 BCE മൈസീനിയൻ ലോകം അതിന്റെ 3ാമത്തെയും ഏറ്റവും വികസിതവുമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരങ്ങളുടെ കാലഘട്ടമാണ് ഈ ഒരു സമയം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അവർക്ക് വിദേശ വ്യാപാരം വളരെയധികം ഉണ്ടായിരുന്നു. മൈസീനിയക്കാർ യൂറോപ്പുമായിട്ടും അതുപോലെ കിഴക്കുമായിട്ടും വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ചരക്കുകൾ ഈജിപ്ത്, സിറിയ, ഫിനീഷ്യ, സിസിലി, തെക്കൻ ഇറ്റലി എന്നിവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മൈസീനിയക്കാർ വിപുലമായിട്ടുള്ള ഒരു വിദേശ വ്യാപാരത്തിൽ തന്നെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രധാന കയറ്റുമതി എന്ന് പറയുന്നത് എണ്ണ, മൺപാത്രങ്ങൾ, അതുപോലെ തുണിത്തരങ്ങൾ എന്നിവയാണ്. അവർ സ്വർണം, ചെമ്പ്, ടിന്ന് മുതലായിട്ടുള്ളവയും ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. കൊട്ടാരങ്ങൾ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കേന്ദ്രങ്ങളായിട്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ മൈസീനിയൻ സമൂഹം, അവരുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഏറ്റവും മുകളില് രാജാവായിരുന്നു. ഒരു ശ്രേണിബദ്ധമായിട്ടുള്ള ഘടന ഉണ്ടായിരുന്നത്. കഴിഞ്ഞു പോയിട്ടുള്ള പല സൊസൈറ്റിയിലും നമുക്ക് കാണാം ഒരു ശ്രേണി ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും ഹൈലി രാജാക്കന്മാരായിരിക്കും. പിന്നെ അതിന്റെ താഴെ അതിന് ഏറ്റവും എൻഡിലായിട്ട് വരുന്നത് പൊതുവെ കർഷകരായിരിക്കും. കരകൗശല തൊഴിലാളികള്, എഴുത്തുകാര്, വ്യാപാരികളെ എന്നിവയെല്ലാം ഈ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഭൂരിഭാഗം മൈസീനിയ ജനതയും ഭൂമിയിൽ ജോലി ചെയ്യുകയും ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ ഗ്രാമങ്ങളിലുമായിട്ട് താമസിക്കുകയും ചെയ്തവരായിരുന്നു. മൈസീനിയ അതുപോലെ നെസോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാധാരണ നഗരമായിരുന്നില്ല, മറിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാണിജ്യ കേന്ദ്രം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഏതാനും വീടുകളെ അവഗണിച്ചാൽ കനത്ത കോട്ടകളും കൊട്ടാരങ്ങളുമായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. വാനാക്സ് എന്ന് അറിയപ്പെടുന്ന രാജാവ് എന്തായിരുന്നു ഈ സമൂഹത്തിലെ ഏറ്റവും തലവനായിട്ടുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തുള്ള പ്രഭുവർഗത്തെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥരും മറ്റും ഈ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നു.
ഡെമോകൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പ്രധാന ഭൂവുടമകളും പൊതുഭൂമിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഭൂവുടമകളുടെ രേഖകൾ സൂക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് അവർ സൂക്ഷിച്ചിരുന്നു. അതുപോലെ കുടിയാന്മാരുടെയും ഉപ ഉടമകളുടെയും സങ്കീർണമായിട്ടുള്ള ഒരു സംവിധാനവും ഈ ഒരു കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. മൈസീനിയൻ സമൂഹത്തിലെ അടിമത്തം സാധാരണമായിരുന്നു. അടിമകൾ എന്താ ഏറ്റവും താഴ്ന്ന സാമൂഹികമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്നവരായിരുന്നു. കൊട്ടാരങ്ങൾ വ്യവസായിക അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതുപോലെ വരേണ്യവർഗം ശക്തരായിട്ടുള്ള ഒരു യോദ്ധാക്കളുടെ പ്രഭുവർഗവും വിപുലമായിട്ടുള്ള ഒരു ബ്യൂറോക്രസിയും ഈ കൊട്ടാരത്തിന് കീഴിലുണ്ടായിരുന്നു. ഉറപ്പുള്ള കൊട്ടാര സമുച്ചയങ്ങൾ അതുപോലെ കേന്ദ്രീകൃതമായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് ഘടനയുടെ ഒരു വളരെയധികം സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു എന്ന് തന്നെ പറയാം. മിനോയിലുള്ള എഴുത്ത് സമ്പ്രദായമാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. മൈസീനിയക്കാരെ മിനോവൻ എഴുത്ത് സമ്പ്രദായം ഗ്രീക്ക് ഭാഷയുമായിട്ട് പൊരുത്തപ്പെടുകയും അതുപോലെ മിനോവൻ ഡിസൈനുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള പാത്രങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഭരണനിർവഹണത്തിന്റെ മേൽനോട്ടം വഹിച്ചവരും എഴുതാൻ കഴിവുള്ളവരുമായിട്ടുള്ള വ്യക്തികളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അവർ പ്രൊഫഷണൽ ആയിട്ട് എഴുത്തുകാരെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവര് അതിനുള്ള ഒരു കഴിവുള്ള വിഭാഗക്കാരായിരുന്നു. അതുപോലെ ഈ മറ്റു പ്രവർത്തനങ്ങൾക്കായിട്ട് കൊട്ടാരത്തില് വളരെയധികം മറ്റുള്ള ആളുകളും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓരോരോ ആളുകൾ ഉണ്ടായിരുന്നു. ഉപദ്വീപിൽ താമസമാക്കിയിട്ടുള്ള ആദ്യകാല ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകളിൽ ഒരാളായിരുന്നു മൈസീനിയക്കാർ എന്ന് പറയുന്നത്. അവർ ഇൻഡോ യൂറോപ്യൻ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു. മൈസീനിയൻ ഭാഷ പിന്നീടുള്ള കുടിയേറ്റക്കാർക്ക് സംസാരിക്കുന്ന പിൽക്കാല ഗ്രീസിൽ നിന്നും അല്പം വ്യത്യസ്തമായിരുന്നു. അതുപോലെ ഇതിനെന്താ പ്രോട്ടോ ഗ്രീക്ക് എന്നാണ് വിളിക്കുന്നത്. നിലനിൽക്കുന്ന ലീനിയർ ബി രേഖകളിൽ പ്രാഥമികമായിട്ട് കളിമൺ ഗുളികകൾ പ്രധാനമായും ഇൻവെന്ററികളും അക്കൗണ്ടുകളും ഉൾക്കൊള്ളുന്നുണ്ട്. രാഷ്ട്രീയ ചരിത്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളെ കുറിച്ചോ ഒന്നും ഇതിൽ പരാമർശിക്കുന്നില്ല. മൈസീനിയൻ വാസ്തുവിദ്യ, മൈസീനിയക്കാരുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് നിയർ ഈസ്റ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നായിരുന്നു. അവിടെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകളിൽ ആകർഷകമായിട്ടുള്ള കൊട്ടാര ഘടനയും അതുപോലെ ശവകുടീരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ശവകുടീരങ്ങളിൽ ഏറ്റവും വലുത് 50 അടി വ്യാസവും 45 അടി ഉയരവുമുള്ള ഒരു അകത്തി മുറി ഉണ്ടായിരുന്നു. അതുപോലെ അതില് പിതാവിന്റെ പേരിൽ ട്രഷറി ഓഫ് ആട്രീസ് എന്നുള്ള ഒരു പേരും അതിനുണ്ടായിരുന്നു. ഈ ശവകുടീരങ്ങളിൽ പ്രാഥമികമായിട്ട് ശ്മശാനങ്ങളിലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. അത് അടച്ചിട്ടുണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. മൈസീനിയക്കാരുടെ കോണാകൃതിയിലുള്ള ശവകുടീരങ്ങൾ അവരുടെ നാഗരികതക്കും അതുപോലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് ഇത്. ഈജിപ്തിൽ നിന്ന് മരിച്ചവരെ ശ്രദ്ധാപൂർവം സംസ്കരിക്കുന്നതിന് അവർ ഏറ്റവും കൂടുതൽ സ്വാധീനം നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊട്ടാരത്തിലെ പല മതപരമായിട്ടുള്ള പങ്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ലീനിയർ ബി ഗുളികകളിൽ രേഖപ്പെടുത്തിയതുപോലെ മൈസീനിയക്കാർ ആരാധിച്ചിരുന്ന ദൈവങ്ങളിൽ സിയൂസ്, അതുപോലെ പോസിഡോൺ, ആർട്ടമിസ്, ഹെർമിസ്, അപ്പോളോ, ഡയോനിസസ് എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. കൊട്ടാര പ്രവർത്തനങ്ങളിൽ മതം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള ഒന്നായിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും പുരോഹിതന്മാരും ദേവന്മാരെയായിരുന്നു സേവിച്ചിട്ടുണ്ടായിരുന്നത്. സിംഹാസനം, അടുപ്പ്, ബലിപീഠം എന്നിവയുടെ പരമ്പരാഗതമായിട്ടുള്ള കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന വലിയ ഹാളുകളും അതുപോലെ ബലിപീഠങ്ങളും ഉണ്ടായിരുന്നു. ഗ്രീസിലുടനീളം പ്രത്യേകിച്ച് ക്രീറ്റിലെ മിനോവൻ കാലഘട്ടത്തിലെ മഹത്തായിട്ടുള്ള ഒരു അമ്മ ദേവത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ട്രോജൻ വാർ BCE 1200 തൊട്ടു പിന്നാലെ അവർ ആരംഭിച്ച യുദ്ധമാണ് ട്രോജൻ വാർ എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് പല പുരാവസ്തു തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. അനറ്റോലിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വതന്ത്ര വ്യാപാര നഗരമായിരുന്നു ട്രോയ് എന്ന് പറയുന്നത്. ഒരു ഗ്രീക്ക് രാജാവിന്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യ ഹെലനെ ഒരു ട്രോജൻ രാജകുമാരൻ തട്ടിക്കൊണ്ടുപോയതിനാലാണ് ഒരു ഗ്രീക്ക് സൈന്യം ട്രോയിയെ ഉപരോധിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. ഗ്രീസിന്റെ മുഴുവൻ ഒരു ഈജിയൻ ലോകത്തിന്റെയും നാശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കാലഘട്ടം. ഈ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന 10% കുറഞ്ഞു വന്നു. അതിജീവിച്ച നിവാസികൾ ഒന്നുകിൽ കൂടുതൽ പ്രതിരോധമുള്ളവരോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ കുടിയേറി പാർക്കുകയോ ചെയ്തു. അച്ചായ അല്ലെങ്കിൽ അറ്റിക്ക എന്നറിയപ്പെടുന്ന വിദേശ സ്ഥലത്തേക്ക് പോലും അവരെ പലായനം ചെയ്തു. നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഗ്രീസ് സാമൂഹിക, സാമ്പത്തിക, സാങ്കേതിക പിന്നോക്കാവസ്ഥയിലേക്ക് നയിച്ചു. എഴുത്ത് എന്ന് പറയുന്നത് ഫ്രെക്സിക്കോ പെയിന്റിംഗ്, സീൽ കൊത്തുപണി, ഫെയിൻസ് നിർമ്മാണം, അതുപോലെ ആനക്കൊമ്പിലുള്ള കൊത്തുപണി, കല്ല് രൂപപ്പെടുത്തൽ തുടങ്ങിയുള്ള കലകളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ടു. ട്രോയുടെ പതനം ഗ്രീസിന്റെ മുഴുവൻ പ്രദേശങ്ങളുടെയും തുടക്കമായിരുന്നു. അതുപോലെ മടങ്ങിയെത്തിയ വീരന്മാർ അവരുടെ നാട്ടിലെത്തിയപ്പോൾ അവർക്ക് ക്ഷാമം, രാഷ്ട്രീയ തടസ്സങ്ങൾ, പുറത്തു നിന്നുള്ള അധിനിവേശമായതിനാൽ ഇവരെല്ലാം
ഇത്തരം കാര്യങ്ങളിൽ അസ്വസ്ഥരായിട്ട് തീർന്നു. 13-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ ഗ്രീസ് മാത്രമല്ല ഈജിയൻ ലോകത്തും അതുപോലെ കിഴക്കൻ മെഡിറ്ററേനിയനിലും ഉള്ള അസ്വസ്ഥതകൾ എന്താണ് ഈ ഒരു നാടിന്റെ നാശത്തിലേക്ക് സാക്ഷ്യം വഹിച്ചു. അടുത്തതാണ് മൂന്നാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഡാർക്ക് ഏജ് ആണ്. മെസീനിയൻ നാഗരികതക്കും അതുപോലെ ക്ലാസിക്കൽ ഗ്രീസിന്റെ ആരംഭത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് ഗ്രീക്കിന്റെ ഇരുണ്ട യുഗം അഥവാ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. മൈസീനിയൻ നാഗരികതയുടെ തകർച്ച എന്ന് പറയുന്നത് ലിബിയുടെ തിരോധാനം, വ്യാപാര തടസ്സങ്ങൾ, മറ്റു ഘടകങ്ങൾ എന്നിവ കാരണം 1200 to 800 BCE വരെയുള്ള കാലഘട്ടത്തിലാണ് മെഡിറ്ററേനിയൻ ലോക ചരിത്രത്തിലെ ഒരു ഇരുണ്ട യുഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ഡാർക്ക് ഏജിന് തന്നെ രണ്ട് ഫേസസ് ഉണ്ട്, ഏർലി ഫേസും അതുപോലെ തന്നെ ലേറ്റർ ഫേസും. ഇതിന്റെ ആദ്യഘട്ടത്തിൽ പറയുന്നത് ഈ ഡാർക്ക് ഏജിന്റെ ആദ്യഘട്ടത്തിൽ ഗ്രീസിലുടനീളം ഭൗതിക സംസ്കാരങ്ങളെല്ലാം ക്ഷയിച്ചു തുടങ്ങി. സമൂഹം ഗോത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. അതുപോലെ രാജാക്കന്മാർ അല്ലെങ്കിൽ വലിയ മനുഷ്യർ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തികൾ നൽകിയ അനൗപചാരിക രാഷ്ട്രീയ നേതൃത്വങ്ങളും സമ്മാനങ്ങളും കൈമാറുകയും ഗോത്രത്തെ അവരുടെ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ഗ്രീക്ക് ഇതിഹാസങ്ങൾ അനുസരിച്ച് മിക്ക രാജാക്കന്മാരും ചെറിയ പ്രദേശങ്ങളായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ധകാര യുഗത്തിന്റെ അവസാന ഘട്ടത്തില് ഗ്രീക്ക് ഒറ്റപ്പെടൽ അവസാനിച്ചു. ഗോത്രകുല ബന്ധങ്ങൾ കുറയുകയും അതുപോലെ തകർച്ച നേരിടുകയും ചെയ്തു. ഗ്രീസിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ പങ്കു കുറയുകയും അതുപോലെ പുരോഗമനം എന്നാണ് ഒരു പരിവർത്തനത്തിലേക്ക് മാറുകയും ചെയ്തു. പിന്നീടുള്ള ഇരുണ്ട യുഗത്തിലെ കുടുംബം അഥവാ ഓയിക്കോസ് അടിസ്ഥാന സാമൂഹിക ഓയിക്കോസ് എന്ന് പറയുന്നത് എന്താണ് അടിസ്ഥാന സാമൂഹിക സാമ്പത്തിക യൂണിറ്റ് ആയിട്ട് മാറി. അതുപോലെ അതിന്റെ ലേറ്റർ ഫേസിൽ എന്ന് പറയുന്നത് ജോലിക്കാര്, കൂലിപ്പണിക്കാര്, ഇവിടേക്ക് അടിമകൾ തുടങ്ങിയിട്ടുള്ളവരുടെ ഉത്പാദനവും അതുപോലെ വീട്ടുജോലിയും ഏർപ്പെട്ടിരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു. ഓയിക്കോസിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കുടുംബനാഥൻ ബാധ്യസ്ഥനായിരുന്നു. ഭൂമിയിലെ കന്നുകാലികളെയും മറ്റും സംരക്ഷിക്കാനുള്ള ചുമതല കുടുംബത്തിലെ പുരുഷ അംഗങ്ങൾക്കുണ്ടായിരുന്നു. ഉത്പാദനവും ഉപഭോഗവും ഉൾക്കൊള്ളുന്ന സാമൂഹികവും അതുപോലെ സ്വയം പര്യാപ്തവുമായിട്ടുള്ള സാമ്പത്തിക യൂണിറ്റുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം നേതൃത്വം ഓയിക്കോസിന് തന്നെയായിരുന്നു. അന്ധകാര യുഗത്തിൽ എന്താണ് വരേണ്യവർഗവും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം വലുതായിരുന്നു. പ്രഭുവർഗം വലിയ എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥരായിരുന്നു. സാധാരണക്കാർ എന്താ ചെറിയ ഓയിക്കോസുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുണ്ട കാലഘട്ടത്തിലെ ഒരു ഘടനാപരമായിട്ടുള്ള സാമൂഹിക യൂണിറ്റുകളെ ജനോസ്, അതുപോലെ ഫെയിൽ, ഡെമോഗൺ എന്നിവയുള്ള അതുപോലെ ഫാത്രിയായി എന്നുള്ള ഉപവിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡാർക്ക് ഏജിലുള്ള ജാമീതീയമായിട്ടുള്ള മൺപാത്ര ശൈലികളുടെ ഉദയമാണ് പറയുന്നത്. ഒരു സംസ്കാരത്തിന്റെ സമ്പൂർണ്ണ നാശത്തിനും അതുപോലെ പരിവർത്തനത്തിനും സാക്ഷ്യം വഹിക്കുന്ന കാലഘട്ടമായിരുന്നു എന്ത് ഇരുണ്ട യുഗം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രധാന കലാപരമായിട്ടുള്ള വികാസനം എന്ന് പറയുന്നത് ജാമിതീയമായിട്ടുള്ള മൺപാത്രങ്ങളുടെ നിർമ്മാണം തന്നെയായിരുന്നു. ഈ ശൈലി അമൂർത്തമായ രേഖീയ പാറ്റേണുകളുടെയും അതുപോലെ ലളിതമായിട്ടുള്ള ജാമിതീയ രൂപങ്ങളിലും മൈസീനിയൻ മൺപാത്രങ്ങളും വളഞ്ഞതും അതുപോലെ പ്രകൃതിദത്തവുമായിട്ടുള്ള ഡിസൈനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യതിചലനം അടയാളപ്പെടുത്തുകയുണ്ടായി. മൈസീനിയൻ നാഗരികതയുടെ തകർച്ചയോടെ എന്താ ലീനിയർ ലിപിയും അപ്രത്യക്ഷമായി. എന്നാൽ ഇരുണ്ട യുഗത്തിന്റെ അവസാനത്തോടു കൂടി ഗ്രീക്കുകാർ ഫിനീഷ്യന്മാരെ കടമെടുത്തുകൊണ്ട് ഒരു പുതിയ ലിപി അവർ സ്വീകരിക്കുകയുണ്ടായി. BC 1500-അടുത്താണ് വികസിപ്പിച്ച ഫൊനീഷ്യൻ ലിപി വ്യത്യസ്ത ശബ്ദങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളുടെ ഒരു സ്വര സൂചകത്തെയും മറ്റും അടിസ്ഥാനമാക്കിയിട്ട് ഒരു പുതിയ ലിപി അവർ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഗ്രീക്കുകാർ ഫിനീഷ്യൻ അതുപോലെ ആ ഫിനീഷ്യൻ ലിപിയുടെ അവരുടെ ഭാഷയ്ക്ക് അനുസൃതമായിട്ട് പരിഷ്കരിച്ചെടുക്കുകയും ചെയ്തു. ഹോമറിക് ഇതിഹാസങ്ങളും അതുപോലെ പുതിയ ഗ്രീക്ക് അക്ഷരമാലയും എല്ലാം ഇതിലുണ്ടായിരുന്നു. അടുത്തതാണ് ആർക്കിക് പീരീഡ് എന്ന് പറയുന്നത്. പുരാതന യുഗത്തിലെ രണ്ട് വിപ്ലവ സവിശേഷതകൾ ഉണ്ടായിരുന്നു. രണ്ട് വിപ്ലവങ്ങളെ സവിശേഷത ഈ ഒരു കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. പുരാതന ഗ്രീസിനെ പുരാതന യുഗം അഥവാ BC 800-നും 500-നും ഇടയിലുള്ള ഒരു കാലഘട്ടമാണിത്. ഇരുണ്ട യുഗത്തിന്റെ അവസാനത്തെ തുടർന്ന് സമൂഹം, രാഷ്ട്രീയം, മതം എന്നിവയുടെ മേഖലകളിൽ പരീക്ഷണങ്ങളുടെ ഒരു യുഗമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഗ്രീക്ക് ജനസംഖ്യ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ, കരിങ്കടൽ എന്നിവർക്ക് പുറകെ ആയിരുന്നു ഇവര് താമസമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ പുരാതന ഗ്രീസിന്റെ ചരിത്രം എന്താണ് വളരെ ഒരു പ്രധാന കാലയളവ് തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഗ്രീക്ക് ജനസംഖ്യയിൽ ഗണ്യമായ വർധനവോടെയാണ് പുരാതന യുഗം ആരംഭിക്കുന്നത്. ആന്റണി സ്നോഗ്രാസ് എന്ന് പറയുന്ന രണ്ട് വിപ്ലവങ്ങളുടെ കാലത്ത് ഇദ്ദേഹം നിർവചിക്കുകയുണ്ടായി. പോളിസ് സ്ഥാപിക്കുന്ന നയിച്ച ഘടനാപരമായിട്ടുള്ള വിപ്ലവവും അതുപോലെ പുരാതന ക്ലാസിക്കൽ ഗ്രീസിലെ ഭൗതിക വിപ്ലവവുമാണ് പറയുന്നത്.
പുരാതന കാലഘട്ടത്തിലെ BCE 800-അടുത്ത് വികസിച്ച ഗ്രീക്ക് അക്ഷരമാല മറ്റു രാജ്യങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ഫോനീഷ്യൻ അക്ഷരമാല സ്വീകരിക്കുകയും ചെയ്തു. ഗ്രാമങ്ങൾ, അതുപോലെ പട്ടണങ്ങൾ, വ്യാപാര പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിപുലീകരണം ഉൾപ്പെടെ കാലയളവിൽ വമ്പിച്ച സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അമിതമായിട്ടുള്ള ജനസംഖ്യ ഗ്രീക്ക് കൊളോണിയൽ വികസനത്തിന് വളരെയധികം പ്രേരകമായിട്ടുള്ള ശക്തിയായിട്ട് മാറി. തൽഫലമായിട്ട് ദരിദ്ര കർഷകര് പുതിയ ഭൂമി തേടിപ്പോയി. പുതിയ മെഡിറ്ററേനിയൻ ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും അവർ മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറി. മറ്റു ചിലർ വ്യാപാരത്തിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ അവരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്താനുമുള്ള പ്രതീക്ഷയോടെ പുതിയ മേഖലയിലേക്ക് സ്ഥിരതാമസമാക്കി മാറ്റി. ഈ കുടിയേറ്റക്കാർ സ്ഥാപിച്ച ഒരു കോളനി ഒടുവിൽ പുതിയതും അതുപോലെ സ്വതന്ത്രവുമായിട്ടുള്ള ഒരു ഗ്രീക്ക് നഗര സംസ്ഥാനമായിട്ട് മാറി. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് പോളിസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ വികാസമാണ് ഇനി നോക്കുന്നത്. ഗ്രീക്ക് നഗരം എന്നർത്ഥം വരുന്ന പോളിസ് അല്ലെങ്കിൽ പോളിസിസ് വികസനം പൊതുവെ ഗ്രീസിന്റെ നവോത്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നു. നഗര സംസ്ഥാനം എന്നും അറിയപ്പെടുന്ന പോളിസ് ഗ്രീക്ക് ഭരണത്തിന്റെ ഒരു അടിസ്ഥാന യൂണിറ്റ് ആയിരുന്നു. ഇതിനു ചുറ്റുമുള്ള പോളിസ് നഗര സമുച്ചയം അത് ഭരിക്കുന്ന പ്രദേശവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. നിവാസികൾ ഒത്തുകൂടുന്ന സ്ഥലം അഥവാ ചന്തസ്ഥലം എന്നിവയെ ആസ്റ്റി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പോളിസിനുള്ളിൽ തന്നെയായിരുന്നു സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. പോളിസിന്റെ കാർഷിക ഉൾപ്രദേശങ്ങളെ പൊതുവെ ഗോറ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നഗര സംസ്ഥാനത്തിന്റെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ അതിന്റെ നിവാസികളുടെ സജീവമായ ഇടപെടലാണ് പോളിസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്. ഹോപ്ലീറ്ററുകൾ എന്നറിയപ്പെടുന്ന പോളിസിലെ സൈനികർ ഇടതുവശത്ത് നിൽക്കുന്ന സൈനികരെ സംരക്ഷിക്കാൻ ഇടതു കൈകളിൽ പരിചകൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. ശത്രുക്കളെ ആക്രമിക്കാൻ അവർ വലതു കൈകളിൽ കുന്തങ്ങൾ, അതുപോലെ കുറിയ വാളുകൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹോപ്ലിറ്റ് സൈന്യത്തിൽ പ്രധാനമായും മധ്യവർഗം ഉൾപ്പെടുന്നുണ്ട്. അവർക്ക് പ്രത്യേക ആയുധങ്ങളും നിരവധി കവചങ്ങളും വാങ്ങാൻ കഴിയും. പോലീസ് തുടക്കത്തിൽ ഉയർന്നതും ഉറപ്പുള്ളതുമായിട്ടുള്ള ഒരു കോട്ടയായിട്ട് തന്നെയായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അയൽ ഗ്രാമങ്ങളിൽ പ്രയാസകരമായിട്ടുള്ള സമയങ്ങളിൽ ഇവര് പിന്മാറുകയായി ചെയ്തത്. ക്രമേണ പോളിസ് വികസിച്ചു. ഒരു സമ്പൂർണ്ണ നഗരമായിട്ട് തന്നെ പോളിസ് മാറി. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പര്യായമായി അത് പലപ്പോഴും ഒരു ഉയർന്ന നഗരം അല്ലെങ്കിൽ അക്രോപോളിസ് ഫീച്ചർ ആ ഒരു നിലയിലേക്ക് പോളിസ് എത്തിച്ചേർന്നു. രാജവാഴ്ചയിൽ നിന്ന് പ്രഭുവാഴ്ചയിലേക്കും പിന്നീട് സ്വേച്ഛാധിപത്യത്തിലേക്കും വീണ്ടും പ്രഭുവാഴ്ചയിലേക്കോ ജനാധിപത്യത്തിലേക്കോ മാറിയ രാഷ്ട്രീയ വികസനത്തിന്റെ സാമാന്യ രീതിയാണ് മിക്ക പോളിസുകളും പിന്തുടർന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പോളിസിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സംഘർഷങ്ങളുടെ കാലത്ത് പോലീസ് പലപ്പോഴും പരിഹാരത്തിനായി സ്വേച്ഛാധിപതികളിലേക്കാണ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രീക്ക് സ്വേച്ഛാധിപതികൾ സാധാരണയായിട്ട് സമ്പന്നരും അതുപോലെ കഴിവുള്ള വ്യക്തികളുമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കായിരിക്കും കൂടുതലായിട്ടും ഈ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനും മറ്റും കഴിയുക എന്നുണ്ടായിരുന്നു. അവർ പ്രഭുവർഗത്തിന്റെ താഴ്ന്ന അതുപോലെ ഇടത്തരം വിഭാഗങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പല പോളിസുകളും ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കുന്നതിനായിട്ട് അവരുടെ ഭരണഘടനകളെ ക്രമേണ പരിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ചില പോളികൾ പ്രഭുക്കന്മാരിലേക്ക് മടങ്ങി. അടുത്തതാണ് ഏതൻസ്. ഏതൻസിനെ കുറിച്ച് ഗ്രീക്കിലെ ഇന്നത്തെ തലസ്ഥാനവും അതുപോലെ തന്നെ ഏറ്റവും വലിയ നഗരവുമാണ് ഏതൻസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പോളിസ് കൂടിയാണ് ഏതൻസ് എന്ന് പറയുന്നത്. ആറ്റിക്ക മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന ഇത് ലോകത്തിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നാണ്. കല, അതുപോലെ പഠനം, തത്വചിന്ത എന്നിവയുടെ ഒരു ഭവനം തന്നെയാണ് ഏതൻസ് എന്ന് പറയുന്നത്. പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നഗരം കൂടിയാണ്. ഇത് ജനാധിപത്യത്തിന്റെ ജന്മസ്ഥലമായി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. നഗര സംസ്ഥാനത്തിന്റെ പേര് ഏതൻസ് അഥവാ രക്ഷാധികാരി ദേവതയായ അഥീനയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇരുണ്ട യുഗത്തിന്റെ ഒരു പ്രമുഖ നഗര സംസ്ഥാനമായിരുന്നു ഇത്. പുരാതന കാലഘട്ടത്തില് ഏതൻസിലെ ഭൂവുടമകളായിരുന്ന പ്രഭുവർഗം ഭൂമിയിലെ ഒരു വലിയ ഭാഗം നിയന്ത്രിക്കുക മാത്രമല്ല, BCE 8-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തില് രാജവാഴ്ചയുടെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന പ്രഭുവർഗ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ കുത്തക തന്നെ ഏതൻസിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടം ഭൂവുടമകളായിട്ടുള്ള പ്രഭുക്കന്മാരും കർഷകരും തമ്മിലുള്ള തീവ്രമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഈ ഏതൻസിലുള്ള കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തിക അസമത്വം കർഷകർക്ക് കടുത്ത പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുടനീളം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോൾ പ്രഭുക്കന്മാരുടെ ഭൂസ്വത്തുകളിലാണ് അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഭൂവുടമകളായിട്ടുള്ള പ്രഭുക്കന്മാരിൽ നിന്നും പണം കടം വാങ്ങാൻ എന്താണ് ദരിദ്ര കർഷകര് നിർബന്ധിതരായിട്ട് തീർന്നു. ഭൂവുടമകൾ ഭൂവുടമ വർഗത്തിൽപ്പെട്ട പലരും എന്താണ് ഭൂമിയിൽ നിന്നുള്ള വരുമാനം കച്ചവടത്തിൽ നിക്ഷേപിക്കുകയും പണമിടപാടുകാരുമായിട്ട് മാറുകയും ചെയ്തു. കടം വാങ്ങിയവരെന്താണ് പണം തിരിച്ചടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കടക്കാർ പരാജയപ്പെടുമ്പോൾ എന്താണ് അവര് കടത്തിന്റെ അടിമത്തത്തിൽ വീണു പോവുകയാണ് ചെയ്തത്. അതുപോലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് അവർ ഒരു വഴി കണ്ടെത്തിയെങ്കിലും അവർ സ്വന്തം അഭിവൃദ്ധിയിൽ എന്താണ് അപകടത്തിലാവുകയും കർഷകർക്ക് എന്താണ് ഇളവുകളും മറ്റും പരിഷ്കാരങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും നിർബന്ധിതരായി തീർന്നു. ദെൻ അവരെന്താണ് ഏതൻസിനെ ഒരു പോളിസി ആയിട്ട് വികസിപ്പിക്കാൻ ശ്രമിച്ചു. അതിനായിട്ട് ഡ്രാക്കോ ചില നിയമങ്ങൾ കൊണ്ടുവന്നു. ഏതൻസിലെ ജനങ്ങൾ ക്രമേണ ഒരു പോളിസി ആയിട്ട് വികസിച്ചു. തുടക്കത്തിൽ എന്താ അറ്റിക്ക പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് ഇത് കീഴടങ്ങി. ഡോറിയയിലെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏതൻസിലെ ആദ്യത്തെ ഭരിക്കുന്ന രാജാക്കന്മാരെ അവരുടെ മതപരമായിട്ടുള്ള പ്രവർത്തനത്തിന് മാത്രം നിലനിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രഭുവർഗത്തിന് അല്ലെങ്കിൽ പ്രഭു കുടുംബങ്ങൾക്ക് അവരുടെ അധികാരത്തിന്റെ ഭൂരിഭാഗവും ഇല്ലാതാക്കി. എക്സിക്യൂട്ടീവ് ചുമതലകൾ നിയന്ത്രിക്കുന്ന കൗൺസിലിലെ അംഗങ്ങൾക്കായിട്ട് ആർക്കോണുകൾ അല്ലെങ്കിൽ അവര് മജിസ്ട്രേറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡ്രാക്കോ എന്ന പേരിൽ ഒരു പ്രത്യേക കമ്മീഷണറെ നിയമിച്ചു. ഒരു കൂട്ടം നിയമങ്ങൾ എന്താണ് അദ്ദേഹം കൊണ്ടുവന്നു. ഡ്രാക്കോണിയൻ എന്ന് വിളിക്കപ്പെടുന്ന നിയമം അനുശാസിക്കുന്ന ശിക്ഷക്ക് അങ്ങേയറ്റം കഠിനമായതോ ക്രൂരമായതോ എന്നുള്ള അർത്ഥമുണ്ടായിരുന്നു. ഏതൻസിൽ എന്താ ഒരു ജനാധിപത്യ അടിത്തറ ഉണ്ടായിരുന്നു. ഏതൻസിലെ രാഷ്ട്രതന്ത്രജ്ഞനും അതുപോലെ ഭരണഘടനാ നിയമ നിർമ്മാതാവും മധ്യസ്ഥനും അതുപോലെ കവിയുമായിരുന്ന സോളൻ ഏതൻസിൽ എന്താണ് ഒരു ജനാധിപത്യ അടിത്തറയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഡ്രാക്കോ സ്ഥാപിച്ച നിയമങ്ങളെ എന്താണ് അദ്ദേഹം അട്ടിമറിക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പലപ്പോഴും വിജയിക്കുകയും ചെയ്തു. BCE 594 പരമോന്നതമായിട്ടുള്ള അധികാരങ്ങളോടെ ഒരു വർഷം ആർക്കണായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഈ സമയത്ത് അദ്ദേഹം എന്താണ് ഏതൻസിൽ കുറെ അധികം ജനാധിപത്യപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. സാമൂഹിക സമരത്തിന്റെ കാലഘട്ടത്തിൽ അഭിസംബോധന ചെയ്യുകയും ഏതൻസിൽ സർക്കാരിനെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഭൂമി വിതരണം അതുപോലെ കടബാധ്യത നിർത്തലാക്കൽ, രാഷ്ട്രീയത്തിന്റെ പ്രഭുക്കന്മാരുടെ കുത്തക അവസാനിപ്പിക്കുക, ഏതൻസിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കൽ, അതുപോലെ ഇത്തരത്തിലുള്ള കർഷകരുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നത്തോളമായിരുന്നു അദ്ദേഹത്തിന്റെ പല നിയമങ്ങളും ഉണ്ടായിരുന്നത്. ദരിദ്രരുടെ കഷ്ടപ്പാടുകൾ ആദ്യമായിട്ട് സഹതാപം പ്രകടിപ്പിക്കുകയും അതുപോലെ അതിലൊരു തിരുത്തൽ നേടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സോളൻ എന്ന് പറയുന്നത്. ഏതൻസിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, നിയമപരമായിട്ടുള്ള വശങ്ങളിൽ അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ക്രമേണ ഏതൻസിലെ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിന് അദ്ദേഹം അടിത്തറ പാകി. അതുപോലെ തന്നെ സോളന്റെ പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും ഏതൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോളന്റെ ഏറ്റവും വലിയൊരു പരിഷ്കാരം എന്ന് പറയുന്നത് കടബാധ്യത നിർത്തലാക്കലായിരുന്നു. എല്ലാ കടങ്ങളും അദ്ദേഹം റദ്ദാക്കുകയും വിദേശത്ത് പോയ അടിമകൾ തിരികെ കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ ഒലീവ്, മുന്തിരി തുടങ്ങിയിട്ടുള്ള നാണ്യവിളകളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. മൺപാത്ര നിർമ്മാണം, എണ്ണ ഉൽപാദനം, കപ്പൽ നിർമ്മാണം, വെള്ളി എന്നിവയുടെ ഖനനത്തിനും അതുപോലെയുള്ള വ്യാവസായിക ഉൽപാദനത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ധാന്യങ്ങളുടെ കയറ്റുമതി അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. സാമ്പത്തികമായിട്ടുള്ള ലാഭകരമായിട്ടുള്ള ഒലീവ് മരങ്ങളുടെയും അതുപോലെ തീവ്രമായിട്ടുള്ള കൃഷിയെയും സോളൻ പ്രോത്സാഹിപ്പിച്ചു. സോളൻ രാഷ്ട്രീയ പ്രക്രിയയിൽ വളരെയധികം പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രഭുക്കന്മാരുടെ അരിയോപാഗസ് എന്നറിയപ്പെടുന്ന ഒരു കൗൺസിലിലേക്ക് ഏതൻസിലെ പോളിസ് ഭരിക്കണം എന്നുള്ളത് അദ്ദേഹം ആവശ്യപ്പെട്ടു. പൗരന്മാർക്ക് പങ്കെടുക്കാവുന്നതും വോട്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള എക്ലേഷ്യ എന്നറിയപ്പെടുന്ന പീപ്പിൾസ് അസംബ്ലി ആയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്നത്. പോളിസ് ഭരിച്ചിരുന്ന ആർക്കൻസ് എന്നറിയപ്പെടുന്ന 9 മജിസ്ട്രേറ്റുകൾ ഉൾപ്പെട്ടതായിരുന്നു എക്ലസിയ എന്ന് പറയുന്നത്. രാജാവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുതിർന്നവരുടെ കൗൺസിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ ഒരു ഉപദേശക സമിതി എന്ന് പറയുന്നത്. ഏതൻസിലെ രാജവാഴ്ചയുടെ തകർച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ അധികാരം പ്രബലോയ് എന്നറിയപ്പെടുന്ന ചെറിയ കമ്മിറ്റികളിലൂടെ പ്രവർത്തിച്ച ഒരു പ്രഭുക്കന്മാരിലേക്ക് മാറി. പ്രബലൂട്ടിക് സിസ്റ്റം ആന്റണി ആൻഡ്രൂസ് എന്നറിയപ്പെടുന്ന അസംബ്ലിയുടെ ഒരു യഥാർത്ഥ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമമായിട്ടാണ് പ്രബലൂട്ടിക് സംവിധാനത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. സോളന്റെ പരിഷ്കാരങ്ങളിൽ 400 അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ കൗൺസിൽ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം വിശാലമാക്കാനാണ് ഈ ഒരു പ്രബലൂട്ടിക് സിസ്റ്റത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്.
പുതിയ കൗൺസിലിന് എന്താണ് പരമോന്നതമായിട്ടുള്ള അധികാരം നൽകപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഏതൻസിലെ തദ്ദേശവാസികൾ എന്താണ് നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. സ്വത്തിന്റെ മൂലത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഈ ഒരു വിഭജനം എന്ന് പറയുന്നത്. 500 അതിലധികമോ മെബ്നോയുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് അതിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഹിപ്പൈ ആണ്. ദെൻ സിയുഗിതായ് എന്ന് പറയും. ഹിപ്പോയ് എന്ന് പറഞ്ഞാൽ കുതിരപ്പടയാളികളാണ്. സിയുഗിതായ് എന്ന് പറഞ്ഞാൽ മുഖം ധരിച്ച പുരുഷന്മാരാണ്. അവരാണ് മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ തീറ്റ്സ് ആണ്. അവരാണ് ദരിദ്രരായിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ദെൻ അവസാനത്തേതും ഏറ്റവും താഴ്ന്നുള്ള ഡിവിഷനിൽ പെടുന്നത് ദരിദ്രരായിട്ടുള്ള കർഷകരായിരുന്നു. പട്ടാളത്തില് ഒരു യോദ്ധാവിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് കുതിരകളുടെയും അതുപോലെ അതിലുള്ള കവചങ്ങളുടെയും വിലയാണ്. ദെൻ സുഗതായി എന്ന് പറയുന്നത് എന്താ ചെറുകിട കർഷകരായിരുന്നു. അതുപോലെ ഇതിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം എന്ന് പറയുന്നത് തീറ്റ്സുകളായിരുന്നു. അവർക്ക് എന്താണ് ലൈറ്റ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ അതിന്റെ തുയൽച്ചക്കാരായിട്ടോ മറ്റും മാത്രമേ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. ദെൻ കൗൺസിൽ ഓഫ് 400 എന്ന് പറയുന്ന പുതുതായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥാപനം ഉണ്ടായിരുന്നു. അതിൽ 4 ഗോത്രങ്ങളിൽ നിന്നും 400 ആളുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. കൂടാതെ രാഷ്ട്രീയ കാര്യങ്ങളുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കൗൺസിൽ ആയിരുന്നു ഇത്. പുതിയ കൗൺസിൽ തയ്യാറാക്കിയ നിയമനിർമ്മാണത്തിന് അതിന്റെ അംഗീകാരം ആവശ്യമാണ്. ദെൻ പുതിയ ക്ലാസ്സുകളിൽ നിന്നുള്ള വ്യക്തികളും അതുപോലെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുമായിരുന്നു ഇതിൽ നിരവധിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിൽ കോടതികളും മറ്റും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി എന്താണ് ആർബിട്രേഷൻ മേഖലയിലെ പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങളും ഇതോടുകൂടി അവസാനിപ്പിച്ചു. ദെൻ സോളന്റെ പരിഷ്കാരങ്ങളിൽ നിരവധി പോരായ്മകളും ഉണ്ടായിരുന്നു. എല്ലാ വ്യക്തികളും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുന്ന പുതിയ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഏതൊരു വ്യക്തിയും കുറ്റകൃത്യങ്ങൾക്കെതിരെ അപ്പീലുകൾ അവതരിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും തുല്യമായിട്ടുള്ള അവകാശം കിട്ടുന്നതോടെ എന്താ അപ്പീലുകൾ അവതരിപ്പിക്കുന്ന ആ ഒരു വ്യവസ്ഥ കൂടുതലായിട്ട് വർദ്ധിച്ചു. ദെൻ സോളന്റെ മിക്ക പരിഷ്കാരങ്ങളും സാധാരണക്കാരുടെ താല്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും സവർണറുമായിട്ടുള്ള ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആധിപത്യം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. സമ്പന്നരുടെ ആവശ്യങ്ങൾ എന്താ പരിഗണിച്ചു. വൻകിട ഭൂവുടമകളിൽ നിന്നും ഭൂമി പുനർവിതരണം ചെയ്യുന്നത് ഉൾപ്പെടെ ദരിദ്രരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ഒരു മധ്യമാർഗമായിരുന്നു പിന്തുടർന്നിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ദരിദ്രരായിട്ടുള്ള ആളുകളെ മുൻനിരയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. സാമ്പത്തികമായിട്ട് എന്താ അപ്പോഴും ഹൈ ലെവലിൽ നിൽക്കുന്നത് എന്താ അവിടെയുള്ള രാജാക്കന്മാരും സമ്പന്നരായിട്ടുള്ള പ്രഭുവർഗവും തന്നെ ആയിരുന്നു. എന്നിരുന്നാ പരിഹരിക്കപ്പെടാത്ത ഒരു സാമൂഹിക പോരാട്ടമായിട്ടായിരുന്നു സോളന്റെ പരിഷ്കാരങ്ങൾ എപ്പോഴും നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പരിഷ്കാരത്തിനെ ഫുൾഫിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഏതൻസിൽ ഒരു സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഒരു ഘട്ടം വന്നു. ജനാധിപത്യപരമായിട്ടുള്ള ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി. തൽഫലമായിട്ട് കർഷകരും ഭൂവുടമകളായിട്ടുള്ള പ്രഭുക്കന്മാരും ഉൾപ്പെടുന്ന മറ്റൊരു സാമൂഹിക സംഘർഷം ഉയർന്നു വന്നു. BC 546 ഒരു കൂട്ടം പ്രഭുക്കന്മാരെ ഏതൻസിലെ ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുത്തു. സ്വേച്ഛാധിപത്യം എന്നറിയപ്പെടുന്ന ഒന്നായിരുന്നു പുതിയൊരു ഭരണഘട്ടം എന്ന് പറയുന്നത്. അത്തരം ഒരു സമ്പ്രദായത്തിൽ ഭരണാധികാരിയെ സ്വേച്ഛാധിപതി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഗ്രീക്ക് പദമായിട്ടുള്ള ടൈറനോസ് എന്നറിയപ്പെടുന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഏതൻസിലെ ജനറൽ ആയിട്ടുള്ള പീസിസ്ട്രാറ്റസ് വർഗ സംഘർഷത്തെ ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള സ്വയം സ്ഥാപിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം കണ്ടു. ദെൻ അസംബ്ലി നൽകിയ അംഗരക്ഷകന്റെ പിന്തുണയോടെ പ്രത്യേകപരമായിട്ടുള്ള ഒരു മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകരുടെ പിന്തുണയോടുകൂടി പെസിസ്ട്രോസസ് അധികാരം പിടിച്ചെടുത്തു. ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തിന്റെ അധികാരം അദ്ദേഹം നേടി. ദെൻ പീസിസ്ട്രാറ്റസിന്റെ ഭരണകാലത്ത് ഏതൻസ് സ്വയം ഭരണത്തിന്റെ ഒരു കാലഘട്ടം, അതായത് സ്വേച്ഛാധിപത്യ ഭരണ കാലഘട്ടം ഏതൻസ് അനുഭവിച്ചു. പെസിസ്ട്രാറ്റസ് എല്ലാ പ്രധാന ഓഫീസുകളിലും അദ്ദേഹമായിരുന്നു അതിന്റെ നിയന്ത്രണം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുകിട കർഷകരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുകയും അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകളിൽ വായ്പകൾ നൽകുകയും ചെയ്തു. താഴ്ന്ന ജനവിഭാഗങ്ങൾക്കായിട്ട് പൊതുമരാമത്ത് പദ്ധതികളും അദ്ദേഹം ആരംഭിച്ചു. അതുപോലെ കലക്കും മറ്റും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. ഗംഭീരമായിട്ടുള്ള ക്ഷേത്രങ്ങളും മറ്റും അദ്ദേഹം നിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. പ്രഭുവർഗം കൈവശപ്പെടുത്തിയിട്ടുള്ള തരിശുഭൂമികളും മറ്റും അദ്ദേഹം കണ്ടുകെട്ടുകയും അത്
അനുകൂലമായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഭൂമി പിന്നീട് എന്താ കർഷകർക്കും മറ്റ് ഭൂമിയില്ലാത്ത ഭൂരഹിതർക്കുമാണ് അദ്ദേഹം വിതരണം ചെയ്തത്. ദെൻ പെസിസ്ട്രാറ്റസിന്റെ തന്റെ ഭൂനിയമങ്ങളിലെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കർഷകരുടെ അവസ്ഥ സുസ്ഥിരമാക്കുക, പ്രഭുവർഗത്തിന്റെ രാഷ്ട്രീയ കുത്തകയെ എന്താണ് ഇല്ലാതാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ പെസിസ്ട്രാറ്റസിന്റെ പിൻഗാമിയായിട്ട് വന്നത് ഹിപ്പിയസ് ആയിരുന്നു. അദ്ദേഹം BC 510 എന്താണ് അദ്ദേഹത്തിന്റെ അധികാരം അട്ടിമറിച്ചുകൊണ്ട് വന്നത്. ദെൻ ജെഫ്രി ഡി സ്റ്റേയുടെ അഭിപ്രായത്തിൽ സ്വേച്ഛാധിപത്യം ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ എന്താ ഒരു അനിവാര്യമായിട്ടുള്ള കാലഘട്ടം തന്നെയായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ എന്താണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു. ദെൻ ജനാധിപത്യപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് കൗൺസിലിലെ ഏറ്റവും എണ്ണം എന്താ 400 നിന്നും 500 ആയിട്ട് ഉയർത്തി അദ്ദേഹത്തിന്റെ ഒരു പരിഷ്കാരമായിരുന്നു അത്. ഡംസിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 50 കൗൺസിലർമാരെ എന്താ ഓരോ ഗോത്രത്തിലുമായിട്ട് സംഭാവന ചെയ്തു. ദെൻ ക്ലീസ്റ്റസിന്റെ വർഷത്തെ പ്രൈറ്റനീസ് എന്നറിയപ്പെടുന്ന 10 കാലഘട്ടങ്ങളായിട്ട് വിഭജിച്ചു. ഓരോ ഗോത്രത്തിനും അവരുടെ നിയുക്ത കാലയളവിൽ പോലീസിന്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാനുള്ള അവസരം ലഭിച്ചു. നറുക്കെടുപ്പ് സമ്പ്രദായം അനുസരിച്ച് എന്താ ചെയർമാൻ സ്ഥാനം ദിവസേന മാറി മാറി വന്നു. ഏതൻസിലെ പ്രസിദ്ധമായിട്ടുള്ള ബഹിഷ്കരണ സമ്പ്രദായത്തിനും ക്ലസ്റ്റനീസ് ഉത്തരവാദിയായിരുന്നു. കുറഞ്ഞത് 6000 പൗരന്മാരെയെങ്കിലും പ്രത്യേകിച്ച് വ്യക്തിക്കെതിരെ അവരുടെ പേരുകൾ ഓസ്ട്രിക്കായിൽ എഴുതി വൻതോതിൽ വോട്ട് ചെയ്താൽ എന്താണ് ആ വ്യക്തിയെ 10 വർഷത്തേക്ക് പ്രവാസത്തിലേക്ക് അയക്കും. അതേസമയം അവരുടെ കുടുംബവും അതുപോലെ സ്വത്തുക്കളും ഒന്ന് കേടുപാടും കൂടാതെ തന്നെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. ദെൻ ഏതൻസിലെ പൗരന്മാരെ 4 ഗോത്രങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരുടെ പിൻഗാമികൾക്ക് ഒരു പൊതു പൂർവികരും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കാലഘട്ടത്താണ് ഡമ്മുകളുടെ രൂപീകരണം എന്ന് പറയുന്നത്. ക്ലസ്റ്റനീസ് ഏതൻസിലെ പൗരന്മാരെ അവരുടെ താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കി 10 വോട്ടിംഗ് ഗോത്രങ്ങളായിട്ട് പുനഃസംഘടിപ്പിച്ചു. ഡംസ് അഥവാ അല്ലെങ്കിൽ ഡെമോയ് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ രൂപീകരണമായിരുന്നു ക്ലസ്റ്റനസ് നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു പരിഷ്കാരം എന്ന് പറയുന്നത്. ഈ ഡീമുകള് ഏതൻസ് പോളിസിലെ ഭൂമിശാസ്ത്രപരവും അതുപോലെ രാഷ്ട്രീയപരവുമായിട്ടുള്ള യൂണിറ്റുകളായിട്ട് പ്രവർത്തിച്ചു. തീരദേശം അതുപോലെ ഗ്രാമം നഗരം എന്നിങ്ങനെ ഡീമുകളെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. സാമ്പത്തികവും അതുപോലെ പ്രകൃതിദത്തവുമായിട്ടുള്ള സ്രോതസ്സുകളുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിന് ഓരോ ഡീമും ഓരോ ഘടകങ്ങളുടെ 1/3 ഉൾക്കൊള്ളുന്നു. ഏറ്റവും താഴ്ന്ന സാമൂഹിക വിഭാഗങ്ങളായിട്ടുള്ള തീറ്റ്സിനെ ഉൾക്കൊള്ളാൻ എന്താ ക്ലസ്റ്റൻസിന്റെ ബൗൾ അംഗത്വം വിപുലീകരിച്ചു. അതായത് കർഷകരെ കൂടി ഏറ്റവും താഴെക്കിടയിലുള്ള കർഷകരെയും കൂടി ആ ഒരു ബൗളിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. കൗൺസിൽ ഓഫ് 500 എന്നറിയപ്പെടുന്ന ബൗൾ വിവിധ അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യൽ, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. അതുപോലെ നികുതി പിരിവ്, വിദേശ ബന്ധങ്ങൾ, കപ്പൽ, തുറമുഖ വ്യാപാര നിയന്ത്രണം എന്നിവ ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നതാണ്. ബൗളിലെ അംഗത്വം ഏതൻസിലെ പോളിസിലെ കൂടുതൽ നിശ്ചലവും സ്വാധീനവുമായിട്ടുള്ള ഒരു സ്ഥാനമായി തന്നെ മാറി. അതുപോലെ തന്നെ ഏതൻസിലെ ഗ്രീക്ക് സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനം എന്തായിരുന്നു എന്നാണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ വിവാഹം, വൈധവ്യമോ ദാമ്പത്യ തകർച്ചയോ ഉണ്ടായാലെന്നാ അവർ തങ്ങളുടെ പിതാക്കന്മാരിലേക്ക് അവർ മടങ്ങി ചെല്ലുന്നു. പൈതൃകമായിട്ട് ലഭിച്ച സ്വത്തുക്കൾ കൈവശം വെക്കാനോ സമ്മാനങ്ങൾ സ്വീകരിക്കാനോ സ്ത്രീധനം വാങ്ങാനോ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായിരിക്കെ അവർക്കത് വിൽക്കാനോ അതുപോലെ മറ്റുള്ളവർക്ക് കൈമാറാനോ കഴിഞ്ഞിട്ടില്ല. സ്വത്ത് കൈമാറ്റം ചെയ്യാനുള്ള അവരുടെ പുത്രന്മാർക്ക് ആയിരുന്നു ആ ഒരു അവകാശം അവർ പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് ചില മതപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പൗരോഹിത്യം, ഏതൻസിലെ പനത്തീനിയ പോലെയുള്ള നാഗരിക ഉത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടായിരുന്നു. താരതമ്യേന എന്താണ് ഏതൻസിലെ സമൂഹത്തിലെ വിദേശികളെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ പങ്ക് വളരെ കുറവായിരുന്നു എന്ന് പറയുന്നു. വിദേശികൾക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. സമൂഹത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വിദേശികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. പലരും വ്യാപാരത്തിനായിട്ട് എത്തിച്ചേരുകയോ സ്വന്തം ഭൂമിയിൽ നിന്നും നാട് കടത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റൗളോണിസ് ഉൾപ്പെടെയുള്ള പണ്ഡിതർ ഗ്രീസിലെ വിദേശികൾക്ക് നൽകുന്ന ആതിഥ്യത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഏതൻസിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വിദേശികളെ അനുവദിച്ചിരുന്നില്ല. അടുത്തതാണ് ഏതൻസ് കഴിഞ്ഞ സ്പാർട്ട. പുരാതന ഗ്രീസിലെ ഒരു പ്രമുഖ നഗരമായിരുന്നു സ്പാർട്ട എന്ന് പറയുന്നത്. ലെക്കോണിയസിലെ യൂറോട്ടസ് നദിയുടെ തീരത്ത് തെക്കുകിഴക്ക് പെലപ്പോന്നീസ് നദിയുടെ തീരത്തുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ട് സ്പാർട്ടയ്ക്ക് കടൽ എന്ന് പറയുന്നത് ഒരു ഭീഷണിയായിട്ടുള്ള ഒന്നായിരുന്നില്ല. സ്പാർട്ടയിൽ ആവശ്യമായിട്ടുള്ള ഒലിഗാർച്ചിക് ഭരണ സംവിധാനം സ്ഥാപിച്ചതിന്റെ ബഹുമതിയായി ഇതിഹാസപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ലൈഗുർഗസ് ആണ്. അദ്ദേഹത്തിലെ അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് സ്പാർട്ട എന്നത് രാഷ്ട്രീയ ഘടനയെ മിക്ഡസ് എന്ന് വിശേഷിപ്പിക്കാം. രാജാക്കന്മാർ രാജവാഴ്ചയെ പ്രതിനിധീകരിക്കുന്നു. കൗൺസിൽ എന്ന് പറയുന്നത് പ്രഭുവർഗമായിരുന്നു. അസംബ്ലി എന്ന് പറയുന്നത് ജനാധിപത്യമായിരുന്നു.
ദെൻ ആജീവനാന്തം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 24 അംഗങ്ങൾ അടങ്ങുന്ന ജെറൂസിയ സർക്കാരിനെ ഉപദേശിക്കുന്നതിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇരട്ട രാജവാഴ്ചയുടെ നിലനിൽപ്പായിരുന്നു സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത്. സ്പാർട്ട പിന്തുടർന്ന സവിശേഷമായിട്ടുള്ളത് ഇരട്ട രാജവാഴ്ചയായിരുന്നു. സ്പാർട്ടയിൽ എന്താണ് രാജാക്കന്മാർ കേവലം സമ്പൂർണമായിട്ടുള്ള രാജാക്കന്മാരായിട്ടും അതുപോലെ തങ്ങളുടെ അധികാരം പ്രകടിപ്പിക്കുന്നതിന് സ്ഥാപനത്തിലെ പ്രഭുക്കന്മാരായിട്ടും അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രഭുവർഗം മുതിർന്നവരുടെ കൗൺസിൽ അഥവാ ജെറൂസിയ എന്നറിയപ്പെടുന്ന ഭരണാധികാരത്തിൽ 60 വയസ്സിന് മുകളിലുള്ള 30 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായ 2 രാജാക്കന്മാർ ഉൾപ്പെടെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. നിയമസഭയിൽ പാസ്സാക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയായിരുന്നു ജെറൂസിയയുടെ ചുമതല എന്ന് പറയുന്നത്. രാജാക്കന്മാർ ഒഴികെ കൗൺസിലിലെ മറ്റ് അംഗങ്ങളും കുലീന കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ആദ്യ കൗൺസിലിലെ അംഗത്വം ആജീവനാന്തമായിരുന്നെങ്കിലും പിന്നീട് എന്താണ് പല വ്യവസ്ഥകൾക്കനുസരിച്ച് വാർഷികപരമായിട്ട് ഇത് മാറ്റിക്കൊണ്ടേയിരുന്നു. അതുപോലെ ഇവർക്കുള്ള അസംബ്ലികൾ ഉണ്ടായിരുന്നു. സ്പാർട്ടയിൽ അപ്പെല്ല അഥവാ അസംബ്ലിയിൽ പ്രായപൂർത്തിയാകാത്ത എല്ലാ സ്വതന്ത്രരായിട്ടുള്ള പുരുഷന്മാർക്കും അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വലിയ അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അംഗീകാരം, വിസമ്മതം തുടങ്ങിയ എല്ലാ തീരുമാനങ്ങളും വോട്ടിങ്ങിലൂടെ ആയിരുന്നു അവർ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. സ്പാർട്ടൻ സമ്മേളനം അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. 5 ഉദ്യോഗസ്ഥരുള്ള ബോർഡായ എഫോസ് സ്പാർട്ടയിലെ മേൽനോട്ടക്കാരായിരുന്നു. ദെൻ നിയമത്തിന്റെ മേൽക്കോയ്മ നിലനിർത്തുക, കൗൺസിലിലെ അംഗങ്ങൾക്കും രാജാവിന് ലഭിച്ചിരുന്ന രാഷ്ട്രീയ അധികാരങ്ങൾക്കും പദവികൾക്കും ഒരു പരിധിവരെ അതിന്റെ പരിധി കുറക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന കടമകളിൽ ഒന്ന്. അതുപോലെ തന്നെ കൃഷിയാണ് സ്പാർട്ടയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ലെക്കോണിയയിലെ കൃഷിയോഗ്യമായിട്ടുള്ള ഭൂരിഭാഗവും പ്രഭുക്കന്മാരുടെ ഉടമസ്ഥതയിലായിരുന്നു. ബാക്കിയുള്ള സ്പാർട്ടൻ പൗരന്മാർക്ക് ഭൂമിയിൽ കുറവുണ്ടായിരുന്നു. ഇതിന് നഷ്ടപരിഹാരമായിട്ട് സ്പാർട്ടൻ പെലപ്പൊന്നീസ് അറിയപ്പെടുന്നു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു രാജ്യമായ മൈസനിയയുടെ മുഴുവൻ പ്രദേശവും അവർ ആക്രമിച്ച് കീഴടക്കി. സ്പാർട്ടയിലെ എല്ലാ ആൺകുട്ടികൾക്കും വിധേയരായി ഒരു പൗരനാകാൻ ചെറുപ്പം മുതൽ അവർ കഠിന പരിശീലനം നൽകി പോന്നു. അവർ പരിശോധനയ്ക്ക് വിധേയമായി ജിംനാസ്റ്റിക്, വേട്ടയാടൽ, ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള സൈനിക പരിശീലനം, സാമുദായിക ഭക്ഷണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ പാർട്ടിയിലുള്ള സ്ത്രീകളുടെ അവസ്ഥയും അതുപോലെ പുരുഷന്റെ അവസ്ഥയും എന്ന് പറയുന്നത് ഏതൻസിലെ മറ്റു ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്പാർട്ടയിലെ സമൂഹത്തിലെ സ്ത്രീകളുടെ പങ്കെന്ന് പറയുന്നത് മറ്റു സമൂഹത്തിനെ അപേക്ഷിച്ച് കുറച്ച് മികച്ചതായിരുന്നു. സ്പാർട്ടയിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒപ്പം തന്നെ പരിശീലനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരോഗ്യമുള്ള കുട്ടികളെ പ്രസവിക്കുന്നതിനും അവരുടെ ശാരീരിക ക്ഷമത നിലനിർത്താനും വീട്ടുജോലികളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കി. ദെൻ പാത്രങ്ങളിൽ ചിത്രങ്ങളും രംഗങ്ങളും ഉൾപ്പെടെയുള്ള സ്പാർട്ടൻ കലാസൃഷ്ടി സ്ത്രീകൾക്ക് അവരുടെ റോളുകൾ കൂടുതൽ വഴക്കമുണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പൊതുചടങ്ങിലും മതപരമായിട്ടുള്ള ഉത്സവങ്ങളിലും യാഗങ്ങളിലും അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഡെലിയൻ ലീഗിന്റെ രൂപീകരണമാണ്. ഡെലിയൻ ലീഗ് എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് നഗരങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ ആണ്. ഇത് ഡെലോസ് ദ്വീപിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈജിയൻ കടലിലെ ശക്തമായിട്ടുള്ള ഒരു നാവികസേന നിലനിർത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ജനാധിപത്യ ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡം എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ ഒരു ഡെലിയൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് അദ്ദേഹം ക്ലിംസ്റ്റനസ് എന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ട് ഏതൻസിനെ ഏറ്റവും ചെറിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള യൂണിറ്റുകളായിട്ട് കണക്കാക്കുകയും ഓരോ ഡമ്മിൽ നിന്നും ഓരോ പൗരനെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഏതൻസിൽ 139ഓളം ഡെന്നുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ക്ലാസിക്കൽ പീരീഡ് ആണ്. ഗ്രീസിൽ ഒരു ക്ലാസിക്കൽ കാലഘട്ടം ഉണ്ടായിരുന്നു. ഗ്രീസിലെ ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുണ്ട യുഗത്തെയും പുരാതന യുഗത്തെയും പിന്തുടർന്നുള്ള ഒരു ഹെലനിസ്റ്റിക് യുഗമായിരുന്നു. പേർഷ്യൻ യുദ്ധങ്ങൾക്ക് ശേഷം ഏതൻസ് ഒരു പ്രമുഖ ഗ്രീക്ക് പോളിസ് ആയിട്ട് ഉയർന്നു വന്നു. ശക്തമായിട്ടുള്ള ഒരു നാവികസേന, സമ്പന്നമായിട്ടുള്ള ഒരു സമുദ്ര വ്യാപാരം, അതുപോലെ ശക്തമായിട്ടുള്ള ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒന്നായിരുന്നു. ദെൻ ഈ കാലഘട്ടത്തിൽ പെരിക്കിൾസ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഏതൻസിലെ പ്രമുഖ നേതാവായിരുന്നു പെരിക്കിൾസ് എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ സർക്കാർ പൂർണ്ണമായിട്ടും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു.
വ്യക്തവും അതുപോലെ ദീർഘവീക്ഷണവും ഉള്ളതായിട്ടുള്ള ചിന്തകൾക്കും അദ്ദേഹം വളരെയധികം ഊർജ്ജസ്വലത നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ എന്താണ് എല്ലാ ഓഫീസുകൾക്കും സാമൂഹിക വിഭാഗങ്ങളെ പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും എന്താണ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജൂറിമാർക്കും പിന്നീട് മറ്റു ഉദ്യോഗസ്ഥർക്കും അവരുടെ സേവനങ്ങൾക്ക് പണം നൽകുന്ന രീതി അദ്ദേഹം കൊണ്ടുവന്നു. പെരിക്കിൾസ് പൗരത്വം പരിമിതപ്പെടുത്തി. ഏതൻസിലെ എല്ലാ മേഖലകളിലേക്കും എന്താണ് മഹത്തരമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏതൻസ് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അദ്ദേഹം പിന്തുണച്ചു. ഈജിപ്തിലെ പേർഷ്യക്കാർക്കും അതുപോലെ സ്പാർട്ടക്കാർക്കും ഗ്രീസിലെ അവരുടെ സഖ്യകക്ഷികൾക്കും എതിരായ സൈനിക നടപടിയെ അദ്ദേഹം പിന്തുണച്ചു. അക്രോപോളിസിനെ ഒരു വാസ്തുവിദ്യാ മാസ്റ്റർ പീസാക്കി മാറ്റുന്നതിലും പെരിക്കിൾസ് പ്രധാന പങ്കുവഹിച്ചു. ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു പെലപ്പൊന്നേഷ്യൻ യുദ്ധം എന്ന് പറയുന്നത്. പേർഷ്യ പെലപ്പൊന്നേഷ്യൻ യുദ്ധങ്ങളാൽ ഗ്രീക്ക് രാഷ്ട്രീയ ചരിത്രത്തെ പുരാതന ക്ലാസിക്കൽ കാലഘട്ടങ്ങളിലൂടെയും അവസാനത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. BC 431 അതുപോലെ 404 ഇടയിൽ നടന്ന പെലപ്പൊന്നേഷ്യൻ യുദ്ധം സ്പാർട്ടയിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. പെരിക്കിൾസിന്റെ ഉപദേശം അനുസരിച്ച് സ്പാർട്ടയുടെ ഉന്നത സൈന്യവുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഏതൻസ് ഒഴിവാക്കുകയും പകരം എന്താണ് ഒരു അക്രമ പ്രവർത്തനത്തിനായിട്ട് ഒരു നാവികസേനയെ അയക്കുകയുമാണ് ഈ യുദ്ധത്തിലൂടെ ചെയ്തിട്ടുള്ളത്. BCE 426 വരെയാണ് ഈ യുദ്ധം നിലനിർന്നു പോന്നിട്ടുള്ളത്. ഏതൻസിലെ ഒരു വിനാശകരമായിട്ടുള്ള പ്ലേഗ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പെരിക്കിൾസ് ഉൾപ്പെടെ എന്താണ് ആ ജനസംഖ്യയിലെ 1/3 പേരും ഈ പ്ലേഗിൽ മരിച്ചുപോയി. പ്ലേഗിലെ നിരാശാജനകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിട്ടും എന്നാൽ യുദ്ധത്തിലെ ആദ്യ വർഷങ്ങളിൽ ഏതൻസ് തന്നെയായിരുന്നു ആ നേട്ടം നിലനിർത്തി കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നത്. BCE 421 പ്രധാന യുദ്ധ നേതാക്കളുടെ മരണത്തിൽ എന്താണ് വ്യാപകമായിട്ടുള്ള യുദ്ധ ക്ഷീണത്തിന് ശേഷം അടുത്ത 6 വർഷത്തേക്ക് ആപേക്ഷിക സമാധാനത്തിന്റെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് നിസിയസിലെ സമാധാനത്തിന് അവർ ഒപ്പുവെച്ചു. സമാധാന ഇടവേളയിൽ എന്താണ് പെരിക്കിൾസിന്റെ അനന്തരവനായിട്ടുള്ള അൽസിബിയാഡ്സ് ഏതൻസിലെ ജനകീയ പാർട്ടിയെ നേതാവായിട്ട് ഉയർന്നു വന്നു. അതുപോലെ ബുദ്ധിമാനും ആകർഷകത്വമുള്ള ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം ഒരു അധികാരമോഹിയായിരുന്നു. BCE 415 സിസിലിയെയും സെഗസ്റ്റ പട്ടണം സിറൂക്കാസിനെതിരെയും ഏതൻസിന്റെ സഹായം തേടിയപ്പോൾ സിസിലിയെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നഗര സംസ്ഥാനം സിറാക്കൂസിനെതിരെ ഒരു വലിയ നാവിക പരിവേഷണം നടത്താൻ അൽസിബിയാഡ്സിനെ ഏതൻസിനെ പ്രേരിപ്പിച്ചു. അപ്പൊ ഏതൻസിലുള്ള കപ്പൽ തുറമുഖത്തിൽ തുടങ്ങി നാവികരെ ഇന്റീരിയർ വഴി രക്ഷപ്പെടാനും ഇത് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിസിലിയൻ പര്യവേക്ഷണം ചെലവേറിയ പരാജയമാണെന്നും പിന്നീട് തെളിയിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രീക്കുകാരെ മതം എന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. ഗ്രീക്ക് മതത്തെ കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ ഹോമറിന്റെ ഇതിഹാസങ്ങളിലും ഇലിയഡിലും ഒഡീസിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒളിമ്പ്യൻ ദൈവങ്ങൾ ആദ്യകാല ഗ്രീക്ക് ദേവതകളായിരുന്നു. തെസലയിലെ ഒളിമ്പിക്സ് പർവ്വതത്തിൽ അവര് ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് ആരാധിച്ചിട്ടുള്ള 12 ദേവതകളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു സിയൂസിൻ, അതായത് രക്ഷകൻ എന്നാണ് പറയുന്നത്. വീട്ടുകാരുടെ സംരക്ഷകനായിട്ടുള്ള ഹെർക്കിയോസ്, സ്വത്തിന്റെ സംരക്ഷകനായിട്ടുള്ള കെറ്റിസിയോസ് എന്നിങ്ങനെ വിവിധ ഗുണങ്ങൾ, അതായത് ഓരോ ആളുകളെയും അവർ പ്രാർത്ഥിക്കുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. സിയൂസിന്റെ മകൻ അപ്പോളോ അമ്പെയ്ത്ത്, പാട്ട്, സംഗീതം എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. 12 ഒളിമ്പ്യൻ ദേവതകളിലെ പോസിഡോൺ, ഹേറ, ഡിമീറ്റർ, അതുപോലെ ആരസ്, ഹെഫസ്റ്റസ്, ആർട്ടമിസ്, ഹെസ്റ്റിയ, അഫ്രോഡസ് എന്നിവരായിരുന്നു ഈ 12 ദേവതകളായിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോരോ സവിശേഷതകൾ ഉണ്ടായിരുന്നു. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഓരോ ദേവതകളെയും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീക്കിലെ മതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിൽ ഒന്നായിരുന്നു അവരുടെ ആചാരങ്ങൾ എന്ന് പറയുന്നത്. ഏതൻസിലെ കൗമാരത്തിൽ നിന്നും പ്രായപൂർത്തി എത്താത്ത യുവാക്കൾ തങ്ങളുടെ മുടി ആർട്ടമിസിന് അർപ്പിക്കുകയും യുവതികൾ തങ്ങളുടെ ജീവിതത്തിലെ ഒരു വർഷം സങ്കേതത്തിലെ ആർട്ടമിസിനായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീക്കുകാർ അവരുടെ ദേവതകൾക്കായിട്ട് സങ്കേതങ്ങൾ നിർമ്മിച്ചു. എന്നിരുന്നാലും അവരുടെ ഉദ്ദേശം എന്ന് പ്രാർത്ഥിക്കുക എന്നതിന് പകരം ദേവന്മാർക്കും അതുപോലെ ദേവതകൾക്കും അവർക്ക് പാർക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പുരോഹിതന്മാർക്ക് പ്രധാന സങ്കേതത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതേസമയം ബലിപീഠം സ്ഥിതി ചെയ്യുന്ന ടെമനോസ് എന്നറിയപ്പെടുന്ന ഒരു പുണ്യസ്ഥലത്തിനപ്പുറം ഭക്തരെ മുന്നോട്ട് പോകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ കാലഘട്ടത്തിൽ സ്ലേവറി നിലനിന്നു പോന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ പുരാതന ഗ്രീസിലെ അടിമകളായിട്ട് പ്രാഥമികമായിട്ട് സ്ത്രീകളും യുദ്ധ തടവുകാരുമായിരുന്നു അടിമകളായിട്ടുണ്ടായിരുന്നത്.
അവർ പലപ്പോഴും എന്താ കൊട്ടാരങ്ങളിൽ ജോലി ചെയ്തു പോകുന്നവരായിരുന്നു. ഏകദേശം 550 സ്ത്രീകളോളം തുണി വ്യവസായത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ലീനിയർ ബി ടാബ്ലറ്റുകളിലെ അടിമകളെ കുറിച്ച് എന്താണ് ഒരു പദം കൊടുത്തിട്ടുണ്ട്, ഡോറി എന്നാണ് അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അടിമത്തം ഒരു സ്ഥാപനം എന്ന നിലയിൽ നിയർ ഈസ്റ്റ്, പുരാതന ഗ്രീസ്, റോം എന്നിവിടങ്ങളിൽ എന്താണ് വ്യത്യസ്ത രൂപങ്ങളിലായിട്ട് അടിമത്തം നിലനിന്നു പോകുന്നു. അതുപോലെ തന്നെയാണ് അടിമവേല പശ്ചാത്തലത്തിൽ സ്വതന്ത്ര പൗരന്മാർ എന്താ പ്രമുഖരായിട്ട് തീർന്നു. അവരെ ഇതൊരു വ്യാപാരമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. മറുവശത്ത് എന്താ സ്പാർട്ടയിലെ അടിമത്തം ഏതൻസിൽ നിന്നും തികച്ചും വ്യത്യസ്ത. ഓരോ സ്ഥലത്തും എന്താണ് അടിമത്തം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. അതിനെ ഹെലോട്രി എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഹെലിറ്റുകൾ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള അടിമകളായിരുന്നു. കൂടാതെ ഭരണകൂടം പൗരന്മാർക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അടിമകളെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി അവിടുത്തെ ലെജസീസ് എന്ന് പറയുന്നത് പുരാതന ക്ലാസിക്കൽ കാലഘട്ടത്തിലെ സാംസ്കാരിക വളർച്ചയ്ക്ക് തുടക്കമിട്ടത് അവിടുത്തെ സമ്പത്തും അധികാരവും അന്തസ്സും കൈവശമുള്ള പ്രഭുക്കന്മാരായിരുന്നു. ജെസിയ ഒബറേന്റെ അഭിപ്രായത്തിലെ ഗ്രീക്ക് സാംസ്കാരിക വളർച്ചയുടെ ക്ലാസിക്കൽ യുഗത്തെ ഗ്രീക്ക് എഫ്ലോറൻസസ് എന്ന് വിളിക്കുന്നു. ഉയർന്ന തലത്തിലുള്ള ക്ഷേമവും അതുപോലെ സാംസ്കാരിക ഉൽപാദനവും ആസ്വദിക്കുന്ന ഒരു വലിയ ജനസംഖ്യയുടെ സവിശേഷതയാണത്. അടുത്തതായിട്ട് പറയുന്നത് ഗ്രീക്ക് തോട്ടാണ്. ആദ്യകാല ഗ്രീക്ക് തത്വചിന്തയെ അയോണിയൻ ചിന്താധാര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൈലേഷ്യൻ സ്കൂൾ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഏഷ്യ മൈനറിലെ മിലീറ്റസിൽ താമസിക്കുന്ന ഒരു കൂട്ടം ചിന്തകരാണ് ഇത് പ്രചരിപ്പിച്ചത്. അവർ പ്രപഞ്ചത്തെ പഠിക്കുന്നതിനുള്ള ഒരു പുതിയ രീതി അവതരിപ്പിച്ചു. പ്രകൃതിയെ രൂപപ്പെടുത്തുന്ന പ്രാഥമിക ഘടകമായിട്ട് തേൽസ് അഥവാ ആർദ്രത എന്ന ജലത്തെ അവർ കണക്കാക്കി. അതേസമയം അനക്സിമാണ്ടർ മൂലകങ്ങളെ എതിർക്കുന്ന ഒരു സിദ്ധാന്തവും മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിലെ പ്രധാന ഘടകങ്ങളും ചാലകശക്തിയുമാണ് അനക്സിമാണ്ടറിനെ വായുവിനെയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുള്ളത്. കിഴക്കൻ ഗ്രീസിലെ സാമോസ് ദ്വീപിൽ നിന്ന് ഉത്ഭവിച്ച മറ്റൊരു ചിന്താധാരയാണ് പൈതഗോറസ് പ്രതിനിധീകരിക്കുന്നത്. ഒരു രഹസ്യ സമൂഹമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ മതവിഭാഗത്തെ അദ്ദേഹം സ്ഥാപിച്ചു. പൈതഗോറസും അദ്ദേഹത്തിന്റെ അനുയായികളും എന്താണ് ഗണിതശാസ്ത്രത്തെയും അതുപോലെ സംഗീത സിദ്ധാന്തത്തെയുമാണ് അതിന്റെ പഠനത്തിലാണ് അവർ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പൈതഗോറസിന്റെ സിദ്ധാന്തം വളരെ പ്രചാരമുള്ളതും അതുപോലെ പുരാതന ബാബിലോണിയൻ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുമുള്ളതുമായിരുന്നു. ഇനി ഈ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ ആൻഡ് ഡ്രാമയാണ്. പുരാതന ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഗാനരചനയും അതുപോലെ നാടകവും ദുരന്തവും ഹാസ്യവും ഉൾപ്പെടെ സാംസ്കാരിക രംഗത്ത് വളരെയധികം ആധിപത്യം സ്ഥാപിച്ചു. പ്രാചീന യുഗത്തെ പൊതുവെ എന്താണ് ലിറിക് യുഗം എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഗാനങ്ങൾ ആലപിച്ചത് ലയർ അല്ലെങ്കിൽ ഒലോസ് പോലെയുള്ള ഉപകരണങ്ങളുടെ അകമ്പടിയോട് കൂടിയായിരുന്നു. ഓപ്പൺ എയർ തിയേറ്ററുകളിലെ ദുരന്തങ്ങളും കോമഡികളും അവർ അവതരിപ്പിച്ചു. അത് പിന്നീട് ക്ലാസിക്കൽ യുഗത്തിൽ മറ്റു നഗര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു. മഹത്തായ ഡയനീഷ്യ ഫെസ്റ്റിവലിൽ ഗംഭീരമായ നാടകങ്ങൾ അവതരിപ്പിച്ചത് പിസിസ്ട്രാറ്റസ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജി അയോണിയക്കാരെ ആദ്യകാല ശാസ്ത്രജ്ഞരായിട്ട് കണക്കാക്കപ്പെടുന്നു. അവരെല്ലാം അനറ്റോലിയൻ നഗരമായ മിലേറ്റസിലെ സ്വദേശികളായിരുന്നു. ഹിപ്പോക്രാറ്റസ് മാന്ത്രിക ചികിത്സയിൽ നിന്നും രോഗങ്ങളെ മാറ്റിയെടുക്കാൻ അത്തരത്തിലുള്ള ശാസ്ത്രീയ ആശയങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ രോഗങ്ങളും പ്രകൃതിയാൽ ഉണ്ടാകുന്നതാണെന്നും അവയുടെ കാരണങ്ങൾ ശാസ്ത്രീയമായ രീതിയിലൂടെ പഠിക്കാമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഹിപ്പോക്രാറ്റിക് സ്കൂൾ ഓഫ് മെഡിസിൻ സ്ഥാപിച്ചതിനാൽ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അറിയപ്പെട്ടു. ഇനി ഈ കാലത്തിലെ ആർക്കിടെക്ചർ ആണ്. ഗ്രീക്ക് പോളികൾ സ്വതന്ത്രമായി നിലകൊള്ളുകയും അവരുടേതായിട്ടുള്ള കലാപരമായിട്ടുള്ള സൃഷ്ടികളും മറ്റും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളായിരുന്നു. BC 530 ഏതൻസിലെ കുശവന്മാർ ഒരു പുതിയ ശൈലിയുള്ള മൺപാത്ര നിർമ്മാണം കണ്ടുപിടിച്ചു. അതിനെ റെഡ് ഫിഗർ മൺപാത്രങ്ങൾ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുരാതന കാലഘട്ടത്തില് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഈജിപ്ഷ്യൻ രൂപങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്വതന്ത്ര സാങ്കേതിക വിദ്യകൾ ശില്പത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ പല പ്രതിമകളും വളരെ സ്റ്റൈലിഷ് ആയിരുന്നു. പ്രത്യേകിച്ച് നഗ്നരായിട്ടുള്ള യുവ പുരുഷൻ അഥവാ കൗറോസ്, വസ്ത്രം ധരിച്ച യുവ കന്യക, കോർ രൂപങ്ങളായിരുന്നു അവര് കൂടുതലായിട്ടും ഉണ്ടാക്കിയിരുന്നത്. ക്ലാസിക്കൽ യുഗത്തിൽ ശില്പികൾ ശൈലീകൃത രൂപങ്ങളിൽ നിന്നും മാറി മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിദാനങ്ങളാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശില്പങ്ങളിൽ പലതും അഥീനിയൻ അക്രോപോളിസിലെ പാർത്തൻ പോലെയുള്ള ക്ഷേത്രങ്ങളിലെ ചുവരുകളെ അലങ്കരിച്ചിട്ടുണ്ട്. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ യുഗത്തിലെ ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിലും അതിൽ ചെളിയും ഇഷ്ടികയും
മരത്തിന് പകരം ചുണ്ണാമ്പ് കല്ലും മാർബിളും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിലെ ഗ്രീക്ക് ചരിത്രത്തിന്റെ സുവർണ കാലഘട്ടം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോരോ കാലഘട്ടങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളും അവിടുത്തെ ആർക്കിടെക്ചറുകളും അവിടുത്തെ ആളുകളുടെ രീതിയും അവിടുത്തെ ഭരണ സമ്പ്രദായങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.